കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. എനിക്ക് ദീർഘായുസ്സോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അഭിഷേകം കർത്താവ് എന്നെ ചെയ്തിരിക്കുന്നല്ലോ. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്യുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ഇന്ന് ചെയ്യുവാൻ ദൈവം ശക്തനാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു, ദൈവപ്രവർത്തികളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനഭാഗങ്ങൾ എന്താണെന്നുള്ളത്, വചന ചിന്തകൾ എന്താണെന്നുള്ളത് ആരെങ്കിലും ഓർക്കുന്നുണ്ടായിരുന്നോ? മിറക്കിൾ മണി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളും വചനങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയെപ്പറ്റി കേൾക്കാൻ ഇടയായി തീർന്നു. ഒത്തിരി ആൾക്കാർ പറയാൻ ഇടയായി തീർന്നു. അവർക്ക് ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ ആൾക്കാരിങ്ങനെ സങ്കടം പോലെ പറഞ്ഞു, ഞങ്ങൾ ഇത്രയും നാളും പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു വന്നതിൻ്റെ വിപരീതമാണ് ബ്രദർ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എന്തു പഠിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ എന്തു പഠിപ്പിച്ചു എന്നുള്ളതല്ല വിഷയം, ബൈബിളിൽ എന്തു പറയുന്നു അതാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബൈബിളിൽ ഞാൻ ഒരു വാക്ക് പോലും ബൈബിളിൽ നിന്നല്ലാതെ, വചനത്തിൽ നിന്നല്ലാതെ മറ്റൊരു വാക്ക് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി ആർക്കെങ്കിലും ആ പ്രാർത്ഥന, എനിക്കൊന്ന് അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൗട്ട് വന്നത്. ഇപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നു? ആ 3 ദിവസം നമ്മൾ 4 ദിവസത്തേക്ക് നമ്മൾ ആ ഒരു വചനം തന്നെയായിരുന്നു ചിന്തിച്ചു വന്നത്. അപ്പം ഞാനിവിടെ പറയാറുണ്ട്, നിങ്ങൾ എന്തു പഠിച്ചു എന്നുള്ളതല്ല, നിങ്ങളെ ആര് പഠിപ്പിച്ചു എന്നുള്ളതല്ല ഇവിടെ വിഷയം. നിങ്ങൾ കേട്ടത് ബൈബിൾ, നിങ്ങളുടെ കൈവശം ബൈബിൾ ഉണ്ടെങ്കിൽ ആ ബൈബിളിൽ തന്നെയുള്ള വചനങ്ങളാണ് എടുത്തത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നൊരു പ്രാർത്ഥനാ കൂട്ടായ്മയാണ്. അപ്പോൾ ഇതിൽ ആരൊക്കെ വരുന്നുവെന്നോ ആരൊക്കെ പോകുന്നുവെന്നോ ഞാൻ നോക്കാറില്ല. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവഹിതമുള്ളതൊക്കെയും നിൽക്കും, ദൈവഹിതമില്ലാത്തതൊക്കെയും ഇതിൻ്റെ അകത്തുനിന്ന് മാറിപ്പോകും. അതുകൊണ്ട് നമ്മൾ ആൾക്കാരുടെ എണ്ണം നോക്കണ്ട, അവരുടെ വരവ് നോക്കണ്ട. അപ്പം ഞാൻ പറഞ്ഞില്ല, വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഈ പറയുന്ന വചനങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ തന്നെയോ എന്ന് ശ്രദ്ധിക്കുക. ബൈബിളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതങ്ങനെ തന്നെയാണ്. ആരും പഠിപ്പിച്ചു, ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, പല പഠിപ്പീരുകൾ ലോകത്തിലുണ്ട്. നിങ്ങൾ പഠിപ്പിക്കുന്നത് തന്നെയാണ് സത്യമെന്ന്, ഞാൻ പഠിപ്പിക്കുന്നത് തന്നെയാണ് സത്യമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. ബൈബിൾ അങ്ങനെയുണ്ടോ? എപ്പോഴും നോക്കണം, നമ്മുടെ അടിസ്ഥാനം വചനമാണ്. ഈ സഭകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ബൈബിൾ ഉണ്ടായിരുന്നു. ആദ്യം ഉണ്ടായത് വിശ്വാസിയാണ്, സഭയല്ല. അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ 120 പേരടങ്ങുന്ന ഒരു സംഘം കൂടിയപ്പോൾ അവിടെ സഭയില്ല, ശരീരമാകുന്ന സഭയേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്ന സഭകളില്ല, ആലയങ്ങളില്ല അവിടെ. അതിനുശേഷമാണ് പിന്നീട് എന്ത് ചെയ്തത്? ആലയമുണ്ടായത്. അതിനുശേഷമാണ് മതങ്ങൾ സൃഷ്ടിക്കുക, മതപരമായിട്ട് വിശ്വാസം മാറിയത്. അതിനു മുമ്പ് മതപരമായ വിശ്വാസമല്ല, പകരം വചനത്തിലുള്ള വിശ്വാസമായിരുന്നു. അപ്പോൾ അതാണ് ഇന്നും പൊക്കോണ്ടിരിക്കുന്നത്, എല്ലാ കാലത്തും അത് പൊക്കോണ്ടേയിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും അല്പനേരം വചനം കേൾക്കാം, അതിനുശേഷം പ്രാർത്ഥിക്കാം. അതിനുശേഷം കർത്താവിൻ്റെ ദൈവപ്രവർത്തികളെ നമുക്കിന്ന് സാക്ഷികളാകാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. വേഗത്തിൽ തന്നെ വചനത്തിലേക്ക് ഇന്ന് പോകുവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ആവർത്തന പുസ്തകത്തിലെ ആ വാക്യങ്ങളിൽ തന്നെയാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്, നമ്മൾ 2 കൊരിന്ത്യോസിൻ്റെ ലേഖനമാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെയും ധ്യാനിച്ചു വരുന്നത്. അപ്പോൾ ആ വചനഭാഗത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വാക്യത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. കർത്താവ് നമ്മളെ അതിനായിട്ട് തന്നെ ഒരുക്കുന്നല്ലോ. അവിടെ ഇങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്ന ആ വാക്യം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ ആവർത്തന പുസ്തകത്തിൻ്റെ അകത്ത് 28-ാം അധ്യായത്തിലെ 2 വാക്യങ്ങളാണ് ഞാനിന്ന് വായിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് 28:7,
നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്നും ഓടിപ്പോകും. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ഒരു അനുഗ്രഹമായിരിക്കും. ശ്രദ്ധിച്ചോണം, നീ ഒരു അനുഗ്രഹമായിരിക്കും. അടുത്ത വാക്യത്തിൽ നമ്മൾ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ എന്ന നാമം, യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നുവെന്ന് ഭൂമിയിലെ സകല ജാതികളും നിന്നെ കണ്ട് ഭയപ്പെടും. അപ്പോൾ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, നിന്റെ പിതാക്കന്മാർക്ക് സത്യം ചെയ്ത ദേശം യഹോവ നിന്റെ നന്മയ്ക്കായിട്ട് ഗർഭഫലത്തിലും കന്നുകാലിയുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ സകല ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. അപ്പോൾ ദൈവം നമുക്ക് സമൃദ്ധി നൽകുന്ന ദൈവമാണ്. എപ്പോഴും ഓർത്തോണം, ദൈവം സമൃദ്ധിയുടെ ദൈവമാണ്. പലരും പറയാറുണ്ട്, ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ കഷ്ടതകൾ വരുത്തി, വലിയ പ്രതിസന്ധികൾ വരുത്തി, വലിയ പ്രശ്നങ്ങൾ വരുത്തി എന്ന് പലരും പറയാറുണ്ട്. ഒരിക്കലുമല്ല. ബൈബിൾ നോക്കിയാൽ മതി, ദൈവം നമുക്ക് സമൃദ്ധി നൽകുന്ന ദൈവമാണ്. അപ്പോൾ ബ്രദറെ, ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെയും ഇതിൻ്റെയൊക്കെയും കാരണങ്ങൾ ഞാൻ പറഞ്ഞില്ല പാപമാണ്. പാപനിമിത്തമാണ് ഭൂമിയിൽ ഇതൊക്കെയും സംഭവിച്ചത്. പാപനിമിത്തമാണ് ഇതെല്ലാം ഭൂമിയിൽ ഭവിച്ചത്. അപ്പോൾ ഇത് നിമിത്തം എന്ത് സംഭവിച്ചു? ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിൽ നിന്നും മനുഷ്യൻ ശാപത്തിലേക്ക് പോയി. എങ്കിലും ദൈവം തൻ്റെ പ്ലാൻ മാറ്റിയില്ല. ദൈവത്തിൻ്റെ പദ്ധതി മുന്നോട്ട് പൊക്കോണ്ടിരുന്നു. കാൽവരി ക്രൂശിലൂടെ കർത്താവ് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ പാപശാപങ്ങളെ യേശു നീക്കിയതിന് ശേഷം നമുക്കൊരു പുതുവഴി തുറന്നു. അതാണ് ക്രൂശിൻ്റെ വഴി എന്ന് പറയുന്നത്. അപ്പോൾ ക്രൂശിൻ്റെ വഴിക്കൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് ഞാൻ മറ്റൊരു വാക്യം കാണിക്കാം. എപ്പോഴും നമ്മൾ പറയുന്ന വാക്യമാണ് 2 കൊരിന്ത്യർ. നമ്മൾ 2 കൊരിന്ത്യരാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. അപ്പോൾ നമുക്കൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്, ഒരു യുദ്ധം നടക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. അതാണ് വചനം കേൾക്കുമ്പോൾ പലരും പറഞ്ഞു, ബ്രദറെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കേട്ട വചനങ്ങൾ നിങ്ങൾ എവിടുന്ന് കേട്ടെന്നുള്ളതല്ല എൻ്റെ വിഷയം, ആര് പഠിപ്പിച്ചു എന്നുള്ളതല്ല വിഷയം. എവിടുന്ന് കേട്ടാലും, ഇനി ലോകത്തിൽ എവിടെ പോയി നിങ്ങൾ വചനം കേട്ടാലും ബൈബിളിൽ അങ്ങനെ തന്നെയോ, ആ വ്യാഖ്യാനം കേൾക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണോ എന്നറിയാൻ വചനത്തിന് എപ്പോഴും ഒരു കണക്ഷനുണ്ട്. ഒരു വാക്യം ഒറ്റയ്ക്ക് നിൽക്കത്തില്ല, അതിനൊരു ബന്ധമുണ്ട്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. അപ്പോൾ നമുക്കൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ യുദ്ധം നടക്കുന്നത്? ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ, 4-ാം വാക്യം നോക്കി, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തി ഉള്ളവ തന്നെ. അപ്പം ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവർ വാർഫെയർ വെപ്പൺസ് ആർ നോട്ട് കാർണൽ എന്ന് പറഞ്ഞേക്കുന്നത്. നമ്മുടെ യുദ്ധത്തിൻ്റെ സാമഗ്രികൾ മാനുഷികമല്ല എന്നതിൻ്റെ അർത്ഥം. മാനുഷികമല്ല. അപ്പം മാനുഷിക ആയുധം എന്ന് പറഞ്ഞാൽ കമ്പും വാളും തോക്കും കത്തിയൊക്കെയാണ് മനുഷ്യൻ്റെ ആയുധങ്ങൾ. ഇപ്പോൾ പൗലോസ് പറയുകയാണ്, അവർ വാർഫെയർ വെപ്പൺസ് ആർ നോട്ട് കാർണൽ. ജഡീകമായിട്ടുള്ള മാനുഷികമായിട്ടുള്ളതല്ല, പകരം ദൈവസന്നിധിയിലുള്ളവയാണ്. അപ്പോൾ എവിടെയാണ് നമുക്ക് ഈ യുദ്ധമുണ്ടാകുന്നത്? യുദ്ധമുണ്ടാകുന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലം. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും പിടിച്ചടക്കി ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായി ഏത് വിചാരത്തെയും ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായി പിടിച്ചടക്കി. നോക്കി, ഏത് വിചാരത്തെയും. അപ്പോൾ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സങ്കല്പങ്ങൾ. അപ്പോൾ കർത്താവിൻ്റെ പരിജ്ഞാനം ലോകത്തിന് ഭോഷത്വമാണ്. കൊരിന്ത്യർ തന്നെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ജ്ഞാനം മനുഷ്യന് ഭോഷത്വമാണ്. എന്നതുകൊണ്ടാണ് ആവർത്തന പുസ്തകത്തിൻ്റെ അകത്ത് നമ്മൾ ഈ വാക്യം നോക്കിയാൽ, ദൈവം നിനക്ക് സമൃദ്ധി നൽകും. തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ നമ്മൾ തുടങ്ങിയത് ഇവിടുന്നാണ്, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി വരും, അവർ 7 വഴിയായി ഓടിപ്പോകും. അപ്പോൾ ശത്രു എന്ന് പറഞ്ഞ 2 തരം ശത്രുവുണ്ട്. ഇസ്രായേലിന് ആ കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ നടക്കുന്ന സമയങ്ങളാണ്. ഇന്നും അന്നുമൊക്കെ യുദ്ധങ്ങളുണ്ട്. അപ്പോൾ മാനുഷിക യുദ്ധം മാത്രമല്ല, നമുക്ക് യുദ്ധം ഉണ്ടാകുന്നത് സ്പിരിച്വൽ മേഖലയിലുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് എതിർക്കുന്ന ശത്രു, എതിർക്കുക. എന്താണ് നിങ്ങൾക്ക് എതിർക്കുക എന്ന് പറയുന്ന അർത്ഥം? നിങ്ങളെ എതിർക്കുന്ന എന്തിനായിരിക്കും? എന്താ ഈ എതിർപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പറഞ്ഞ അനുസരിക്കാതിരിക്കുക, നമ്മൾ വിപരീതമായിട്ട് പറയുന്നതാണ്.
നമുക്ക് വിപരീതമായിട്ട് നമുക്ക് തടസ്സം ഉണ്ടാക്കുക, നമുക്ക് എതിരെ വരിക, ഇതൊക്കെയാണ് ശത്രു എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഓപ്പോസിറ്റ്, നിങ്ങളെ എതിർക്കുക, നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്താതിരിക്കാൻ തക്കവണ്ണം നിങ്ങളെ എതിർക്കുന്നതാണ് ഈ ശത്രു. അപ്പം നിന്നോട് എതിർക്കുന്ന ശത്രു, ശ്രദ്ധിച്ചോ, നിന്നെ എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവരൊരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകും. ശ്രദ്ധിച്ചോണം. അപ്പം നമ്മളോട് എതിർക്കുന്ന ശത്രു, നമുക്കൊരു ശത്രു ഉണ്ട്. നമ്മളെ എതിർക്കുന്ന ശത്രു പലതാകാം, പിശാച് മാത്രമല്ല, രോഗം, പ്രശ്നങ്ങൾ, ഇതൊക്കെ എപ്പോഴും ഞാൻ അങ്ങോട്ട് പറയാറില്ലേ, എന്താണ് എൻ്റെ ദൈവത്തിന് എന്നെപ്പറ്റിയുള്ള പ്ലാൻ, അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം. ദൈവത്തിന് എന്നെപ്പറ്റിയുള്ള പ്ലാൻ എന്തെന്നുള്ളത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം. അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ വചനം. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പോ അറിഞ്ഞതിന് ശേഷമോ നമ്മളെപ്പോഴും ഒരു ഫൈറ്റിൻ്റെ അകത്താണ്. ഈ യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തോൽക്കുന്ന യുദ്ധമല്ല. ക്രിസ്തുവിലുള്ളവൻ പരാജയപ്പെടത്തില്ല. ബൈബിൾ പറയുന്നു, ക്രിസ്തുവേശുവിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും എനിക്ക് പൂർണ്ണ ജയമാണ്. അപ്പം ഇവിടെ വചനം പറയുകയാണ്, ഒന്ന്, യഹോവ എൻ്റെ കളപ്പുരകളെ ഞാൻ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ, ബിസിനസ്സിലായിക്കോട്ടെ, ഏത് മേഖലയിലായിക്കോട്ടെ, നമുക്ക് കർത്താവ് ഒരു നന്മ തരും. നമുക്ക് ദൈവം എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് എന്താണോ നമ്മളെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിലേക്ക് എത്തിപ്പെടും. അപ്പോൾ നമുക്കൊരു ഫൈറ്റ് ഉണ്ടാകുന്നത് നമ്മുടെ ചിന്തകളിലാണ്. ഇപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ നടക്കാതെ വരുമ്പോൾ, പ്രാർത്ഥിച്ചിട്ടും അത് മാറാതെ വരുമ്പോൾ ഓർത്തോണം, ഇതൊരു ഫൈറ്റാണ്, നമ്മളറിയാത്തൊരു ഫൈറ്റാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അകത്തിരിക്കുന്ന ശക്തിക്ക് ഈ വിഷയത്തെ നീക്കുവാൻ കഴിയും. ഇവിടെ നിങ്ങൾ പൗലോസിലേക്ക് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു വാക്ക് നോക്കി, നിങ്ങൾ തൊട്ടുമുടത്ത വാക്ക്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും, നോക്കി, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ശക്തിയുള്ളവ തന്നെ. അപ്പോൾ എന്താ ഈ കോട്ട? അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയും. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്? ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയും. അപ്പോൾ ദൈവത്തിൻ്റെ പരിജ്ഞാനം, ദൈവം പറഞ്ഞതിന് വിപരീതമായി പൊങ്ങി വരുന്ന എന്തിനേയും നമ്മൾ എന്ത് ചെയ്യണം? ഇടിച്ചു കളയണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇടിച്ചു കളയുന്നത്? നമുക്കിപ്പം ഒരു മതിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നമുക്ക് ഇടിച്ചു കളയണമെങ്കിൽ ഒരു ചുറ്റിക നമുക്ക് ആവശ്യം, അല്ലേ? ഒരു ചുറ്റിക കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഇടിച്ചു കളയും. അപ്പോൾ ഇത് ഇടിച്ചു കളയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മൊത്തം ഇടിഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പൊങ്ങി വരുന്നതിന് ഇടിച്ചു കളയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം പാറയെ ഉടയ്ക്കുന്ന ചുറ്റിക പോലെയാണ്. ഇത് നിങ്ങൾ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ ചിന്തയിലേക്ക് നിങ്ങൾ ആദ്യം കൊണ്ടുവരണം. ഇതായി സംഭവിക്കുവാൻ പോകുന്നുള്ളൂ. ഒരു പ്രശ്നത്തിൽ നിങ്ങളായിക്കഴിഞ്ഞാൽ, ഒരു പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സ് കൊണ്ടുപോകേണ്ടത് ആ പ്രശ്നത്തിലേക്കാകരുത്. ഇത് എന്നോട് എതിർക്കുന്ന ശത്രുവാണ്, പക്ഷേ ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? എന്നെ എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും എന്നൊരു വചനം നിൽക്കുന്നിടത്തോളം കാലം എന്താ സംഭവിക്കുന്നറിയാവോ? നിങ്ങൾ ആ വചനത്തിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾ ആ വചനപ്രകാരം, ഇവിടെ വചനം പൗലോസ് പറയാണ്, ഞങ്ങളുടെ സങ്കല്പങ്ങൾ, ഇപ്പം നമ്മുടെ മനസ്സിലേക്ക് പല സങ്കല്പ ചിന്തകൾ വരും. ഞാൻ പറഞ്ഞിട്ടില്ല, പല വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ പല പരാജയ നിരാശ ചിന്തകൾ വരും. നമ്മളെ ഒരു കാര്യം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആ സമയങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ സങ്കടവും മനപ്രയാസവും എല്ലാം കയറി വരും. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സ് ഭയങ്കര ദുഃഖത്തിലേക്കാകും, മനസ്സ് ഭയങ്കര വിഷമത്തിലേക്ക് പോവും, മനസ്സിൻ്റെ അകത്ത് ഭയങ്കര ഭാരമൊക്കെ നമുക്ക് പെട്ടെന്നുണ്ടാവും. അപ്പോൾ ഇതൊരു ഫൈറ്റാണ്. അപ്പോൾ ഇത് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സങ്കടം വരുന്നറിയാവോ? ഈ പ്രശ്നം എന്നെ തകർക്കുമെന്നുള്ള ചിന്ത എൻ്റെ അകത്ത് വരുന്നതുകൊണ്ടാണ്. നമുക്കെപ്പോഴാണ് സന്തോഷം വരുന്നത്? നമ്മളൊരു പ്രശ്നത്തിൻ്റെ അകത്ത് ഇരിക്കുമ്പോഴാണ് സന്തോഷം വരുന്നത്. ആ പ്രശ്നം മാറുമ്പോഴാണ് സന്തോഷം വരുന്നത്. എപ്പോഴാണ് നമുക്കൊരു സന്തോഷം വരുന്നത്? പ്രശ്നം മാറുമ്പോൾ നമ്മുടെ മനസ്സിലെ ഭാരം മാറി. അപ്പോൾ പ്രശ്നം വരുമ്പോൾ പ്രശ്നത്തിൻ്റെ കൂടെ ഭാരങ്ങൾ വരും. ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ കൂടെ ഭാരങ്ങൾ വരും. അതിൻ്റെ കൂടെയുള്ള ഈ എന്താ പറയുക, പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇതിൻ്റെ കൂടെ പൊങ്ങി വരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പ്രശ്നങ്ങളുടെ കൂടെ തന്നെ ഈ ഭാരവും പ്രയാസവും സങ്കടവും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴൊക്കെ ഈ ഭാരം എന്തിനാണെന്നറിയാവോ? നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങൾ തകർന്നു പോകുമെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇത് വന്നിരിക്കുന്നത്. ഈ പ്രശ്നത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തിന് നിങ്ങളെ വിശ്വസിപ്പിക്കണം.
പക്ഷെ വിശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ഉള്ളിൽ ഭാരം കൊണ്ടുവന്നിടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഭാരത്തിൻ്റെ അകത്തിരുന്നുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കും. അല്ല, ഈ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ പറയണം, എനിക്ക് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും നിങ്ങൾ ആ 5-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. ഏതു വിചാരം. അപ്പോൾ വിചാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരത്തില്ല. എന്താണ് ഈ വിചാരം എന്ന് പറഞ്ഞു? വിചാരം എന്ന് പറഞ്ഞാൽ എന്താ? നല്ലൊരു മലയാളം ഭാഷ പറ വിചാരത്തിന്. ഒന്ന് പറ. മനസ്സിൽ ചിന്തിക്കുക, മനസ്സിൽ കരുതുക, നമ്മൾ ചിന്തിക്കുക, ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ വിചാരങ്ങളാണ്. അപ്പോൾ ഈ വിചാരം മൊത്തം ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായിട്ട് പിടിച്ചെടുക്കണം. എന്താ പിടിച്ചെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് എതിർക്കുന്ന ശത്രുവിനെ ദൈവം തോൽപ്പിക്കും. ഈ പ്രശ്നത്തെ ദൈവം തോൽപ്പിക്കും. ഇത് ഒരു വഴി, ഏത് വഴി വന്നാലും ഇത് 7 വഴിയായിട്ട് ഓടിപ്പോകും. അപ്പോൾ എങ്ങനെ തോൽപ്പിക്കുന്നത്? ഈ വിചാരത്തെ ക്രിസ്തുവിലുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുക നമ്മൾ. അപ്പോൾ ഇത് വരുമ്പോൾ ഓർത്തോണം, നമ്മുടെ ഉള്ളിൽ ഒരു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്കൊരു പ്രശ്നത്തിൻ്റെ അകത്തിരിക്കുമ്പോൾ വിചാര, ചിന്ത, ആകുലതകൾ വരുമ്പോൾ ഉറപ്പിച്ചോണം, ഇതാണ് ഫൈറ്റ്. പൗലോസ് പറഞ്ഞ യുദ്ധം. ഈ യുദ്ധം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പം നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ പ്രാർത്ഥനയുടെ ട്യൂൺ അങ്ങ് മാറ്റും. നമ്മൾ ഉടനെ ഭാരപ്പെട്ട്, കർത്താവേ ഞാൻ എന്നാ ചെയ്യും? കണ്ടോ, അതിനെക്കൊണ്ട് പറയിപ്പിച്ചു. അപ്പോൾ എന്തിനങ്ങനെ പറഞ്ഞത്? ഞാനിനി എന്നാ ചെയ്യും കർത്താവേ എന്ന് പറയാൻ കാരണം എന്നാണെന്നറിയാവോ? ഈ പ്രശ്നം വന്നപ്പോൾ തന്നെ മനസ്സിലായി ഇത് മാറത്തില്ല. അപ്പം നമ്മൾ ഓർക്കുന്നത് നമ്മൾ വലിയ കുരുക്കിലകപ്പെട്ടു, നമ്മൾ പ്രശ്നത്തിലായി എന്നൊരു ചിന്ത എന്നിലേക്ക് വന്നു. അപ്പം നമ്മൾ ഉടനെ വാഗുകൊണ്ട് പറഞ്ഞു, കർത്താവേ എന്നാ ചെയ്യും? ഉടനെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇതൊരു ഫൈറ്റാണ്. ഈ പ്രശ്നം വന്നാൽ ഇതിൻ്റെ പരിഹരിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിങ്ങൾ ആ വചനം നോക്കി, നിങ്ങൾ ഈ വാക്യം നോക്കിയാണ്. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ നോക്കിയാൽ, എന്നോട് എതിർക്കുന്ന ശത്രു, സ്വാഭാവികമായിട്ടും നിങ്ങളെ എതിർക്കുന്ന ശത്രു. ഇപ്പം നിങ്ങൾ ഈ ബൈബിൾ വചനം നോക്കുക വേണ്ട, ഈ വാക്യം നോക്കുക വേണ്ട. നിങ്ങളെ എതിർക്കുന്ന ശത്രുവിനെ ആരായിരിക്കണം എതിർക്കേണ്ടത്? നിങ്ങൾ ബൈബിൾ വിശ്വാസി അല്ല, ഈ ബൈബിൾ പ്രകാരം പറയരുത്. നിങ്ങളെ ഒരാൾ എതിർത്താൽ ആ വ്യക്തിയെ ആരെതിർക്കും? നിങ്ങൾ തന്നെ എതിർക്കണം. നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ തന്നെ എതിർക്കണം. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസി വന്നിട്ടും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ പ്രശ്നം നമ്മൾ പരിഹരിക്കാൻ നോക്കും. എന്തെങ്കിലും ഒരു കുടുക്ക് വന്നാൽ നമ്മൾ പരിഹരിക്കാൻ നോക്കും. ഏതെങ്കിലും ഒരു വിഷയം, രോഗമോ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളോ എന്തും ആയിക്കോട്ടെ, വിഷയം വന്നാൽ നമ്മൾ പരിഹരിക്കാൻ നോക്കും. ഒരു കാര്യം ഉറപ്പിച്ചാണ്, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽപ്പിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എൻ്റെ പ്രശ്നത്തെ ഞാൻ പരിഹരിക്കേണ്ട, എൻ്റെ പ്രശ്നത്തെ ദൈവം പരിഹരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, ഇതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത, ഈ രാജ്യത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നമ്മൾ മറന്നുപോയോ കാര്യം? ഈ രാജ്യത്തിലാണ് നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി കയറുന്നത് ഏതെങ്കിലും സഭയിലേക്കല്ല, ദൈവരാജ്യത്തിലാണ്. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത, ഈ രാജ്യത്തിലൊരു പൗരനൊരു പ്രശ്നം വന്നാൽ ഈ രാജ്യത്തിലെ രാജാവാണ് അതിനോട് പ്രതികരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. മറന്നുപോയല്ലേ? അങ്ങനെ മറന്നു പോകാൻ പാടില്ല. നിങ്ങളിപ്പോൾ ദൈവരാജ്യത്തിലാണ്, മറക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ പ്രശ്നം ദൈവത്തിൻ്റെ പ്രശ്നമാണ്. എൻ്റെ വിഷയം എൻ്റെ വിഷയമല്ല, ദൈവത്തിൻ്റെ വിഷയമാണ്. അപ്പം ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല മാർഗ്ഗം നിങ്ങൾ സുവിശേഷം അറിയിക്കണം. നിങ്ങൾ യേശുവിനെ പറ്റി മറ്റൊരു വ്യക്തിയോട് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ദൈവരാജ്യം ഭയങ്കരമായിട്ട് ആക്റ്റീവാകും. ഈ ദൈവരാജ്യം ഭയങ്കരമായിട്ട് ആക്റ്റീവായൊരു ഗുണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളെ ദൈവത്തിന് പിന്നെയും ഉപയോഗിക്കുവാനൊരു ഇഷ്ടം തോന്നും. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. അപ്പോസ്തലന്മാർ കർത്താവിന് വേണ്ടി ഇറങ്ങി. അവരാദ്യം എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ യെരുശലേമിൽ നിന്നുകൊണ്ട് അപ്പം നുറുക്കിയിട്ട് അവരവിടം വിട്ട് പോകാതെ അവിടെ തന്നെ കറങ്ങി നിൽക്കുക. അവരെ ഏരിയ വിട്ട് പോകുന്നുമില്ല, എങ്ങോട്ടും മാറുന്നില്ല. കർത്താവിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അറ്റത്തോളം പോകണം. അപ്പോൾ ഇവരിങ്ങനെ ഇരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം അവരെ ചെതറിപ്പിച്ചു. വലിയൊരു പീഡയുണ്ടായി, ചെതറിപ്പിച്ചു. ഇവരെല്ലാം ഓടാൻ തുടങ്ങി. ഇവരെല്ലായിടത്തും പോയി സുവിശേഷം പറയാൻ തുടങ്ങി. അപ്പോൾ ദൈവത്തിന് ഇൻട്രസ്റ്റായി. സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോൾ കർത്താവ് ഇവർക്ക് എന്ത് ചെയ്തെന്ന് അറിയാവോ? ഇവർ പോകുന്നിടത്തൊക്കെയും ദൈവം ഇവരുടെ കൂടെ ഇരുന്നു. അപ്പോൾ ഇവർക്ക് ശത്രുക്കളുണ്ടായി, എതിർപ്പുകളുണ്ടായി. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഇവരുടെ പ്രശ്നങ്ങളെ ഇവരുടെ മുമ്പിൽ തോൽപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് സുവിശേഷം വളരുവാൻ തുടങ്ങിയത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ തന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ദൈവരാജ്യത്തിലാണ്. ഇങ്ങനെ പറയണം, എന്നോട് എതിർക്കുന്ന ശത്രുവിനെ യഹോവ എൻ്റെ മുമ്പിൽ തോൽപ്പിക്കും.
ഞാൻ ഒന്നുകൂടെ പറഞ്ഞല്ലോ, സാധാരണ ഒരു എതിർപ്പ് വന്നാൽ എതിർക്കുന്നയാളാണ് തിരിച്ചെതിർക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു എതിർപ്പ് വന്നാൽ നിങ്ങളാണ് തിരിച്ചെതിർക്കേണ്ടതെങ്കിൽ ഒരു ദൈവരാജ്യത്തിൽ ഒരു വിശ്വാസിയുടെ പ്രത്യേകത, നിങ്ങൾക്കൊരു വിഷയം വന്നാൽ നിങ്ങൾ അവിടെ കൈകെട്ടിരുന്നാൽ മതി, ദൈവം അതിനെ എതിർക്കും. ഇതാണ് വ്യത്യാസം. നിങ്ങൾ ഇനി പ്രശ്നം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വിഷയത്തിൻ്റെ കുരു കഴിക്കാൻ വേണ്ടി ചെല്ലും. നിങ്ങൾക്ക് അവസാനം എന്ത് പറ്റുമെന്ന് അറിയാവോ? നിങ്ങൾ ആ കുരുക്കി പെട്ടുപോകും. ഇങ്ങനെയാണ് പലർക്കും സംഭവിക്കുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം ദൈവം പരിഹരിക്കും. ഈ വചനം പറഞ്ഞു, എന്നോട് എതിർക്കുന്ന ശത്രു, എൻ്റെ ആരോഗ്യത്തിനെതിരെ വരുന്ന രോഗം എൻ്റെ ശത്രുവാണ്, എൻ്റെ അനുഗ്രഹത്തിന്, എൻ്റെ തലമുറയുടെ ബൈബിളിൽ എന്തു പറയുന്നു അതിന് വിപരീതമായി വരുന്നതെല്ലാം ശത്രുവാണ്. ഇപ്പോൾ നിങ്ങൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ ശരിയാകുന്നില്ല, ബ്രദറെ എൻ്റെ തലമുറ അങ്ങോട്ടൊന്നും റെഡിയാകുന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? കർത്താവ് എൻ്റെ തലമുറ റെഡിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അല്ല, ഇതിനെതിരെ വചനത്തിന് വിരുദ്ധമായി വരുന്ന ശത്രുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? പിടിച്ചടക്കണം. എങ്ങനെയാണ് പിടിച്ചടക്കുന്നത്? പൗലോസ് പറഞ്ഞു നോക്കി, ഈ വാക്ക് നിങ്ങൾ നോക്കി, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ നോക്കി, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ. അപ്പം സങ്കല്പിക്കുക, ഈ വാക്ക് നോക്കി, സങ്കല്പങ്ങൾ. അപ്പം എന്താണ് സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ? നമുക്കറിയത്തില്ലേ, ഞാൻ ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അർത്ഥം റിയൽ ആയിട്ടുള്ളതല്ല, സാങ്കല്പിക കഥാപാത്രം എന്ന് പറയത്തില്ല. അതായത് അങ്ങനെ ഒരു കഥാപാത്രം ഇല്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ സങ്കല്പങ്ങൾ വരും. ഒരു പ്രശ്നം വരുമ്പോൾ, അയ്യോ ഈ പ്രശ്നം കാരണം ഉറപ്പായിട്ടും അവരെല്ലാം കൂടെ എന്നെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ ഞാൻ തീരും, അല്ലെങ്കിൽ ഞാൻ അവസാനിക്കും. ഇതെല്ലാം നമ്മൾ സങ്കല്പിക്കുക. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സങ്കല്പങ്ങൾ വരുമ്പോൾ ഇത് ഓർത്ത് നമ്മൾ കരയുക. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് വരുന്നതൊക്കെയും ഇതാണ് യുദ്ധം. മറന്നു പോകല്ലേ. നമ്മുടെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ആകുല ചിന്ത, ഭാരം വരുന്നതിൻ്റെ പേരാണ് യുദ്ധം. ഈ യുദ്ധത്തിൽ നമ്മൾ എപ്പോഴാണ് പരാജയപ്പെടുന്ന അറിയാവോ? ഈ യുദ്ധത്തോട് നിങ്ങൾ പ്രതികരിക്കുമ്പോഴാണ്. നിങ്ങൾ ഈ സങ്കല്പങ്ങൾ വരുമ്പോൾ, ഭാരം വരുമ്പോൾ, നിങ്ങൾ തോറ്റുപോകുന്നൊരു ചിന്ത വരുമ്പോൾ, നമ്മൾ പയ്യെ കരയാനും, കരച്ചിലൊക്കെ വന്നോട്ടെ, കുഴപ്പമൊന്നുമല്ല. സങ്കടങ്ങൾ വരുമ്പം നമ്മൾ പയ്യെ പറയാൻ തുടങ്ങും, കർത്താവേ നീ എന്നെ കൈവിട്ടോ, നീ എന്നെ കർത്താവേ ഞാൻ ഈ വിഷയത്തിൽ എന്ത് ചെയ്യും? ഇത് വരുമ്പോൾ നിങ്ങൾ ഉടനെ ചിന്തിക്കേണ്ടത് ബൈബിൾ അതാണ്. വചനവുമായൊരു ബന്ധം നമുക്ക് വേണം. നമ്മൾ എപ്പോഴാണ് ബൈബിൾ വായിക്കുന്നത്? ഒരു പ്രശ്നം വരുമ്പോൾ ബൈബിൾ എടുക്കുന്നു, ഒന്ന് കണ്ണടയ്ക്കുന്നു, ആ നടുക്ക് പോയിട്ട് കൈ പിടിക്കുന്നു, ഒറ്റ തുറക്കൽ ഒരു സങ്കീർത്തനം കിട്ടുന്നു. ഇതെല്ലാം നമ്മുടെ ബൈബിൾ വായന. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, സങ്കല്പങ്ങളെ ജയിക്കാൻ പറ്റത്തില്ല. സങ്കല്പങ്ങളെ ജയിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വചനം നോക്കി, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ്. അപ്പം ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ പരിജ്ഞാനം എന്നോട് പറയുന്നു, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പരിജ്ഞാനം പറയുന്നു, നീ യുദ്ധം ചെയ്യേണ്ട, നിനക്കെതിരെ വരുന്നതിനെ ഞാൻ തോൽപ്പിക്കും. പക്ഷെ എൻ്റെ സങ്കല്പം പറയുന്നു, നീ എന്നാ ചെയ്യും? നോക്കി, ഈ സീനെ നോക്കി, എൻ്റെ സങ്കല്പം പറയുന്നു, നീ എന്നാ ചെയ്യും, ഈ പ്രശ്നത്തിൽ എന്ത് ചെയ്യും? പക്ഷെ ദൈവത്തിൻ്റെ പരിജ്ഞാനം എന്നോട് പറയുന്നു, ദൈവത്തിൻ്റെ പരിജ്ഞാനം എന്നോട് പറയുന്നു, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ തോൽപ്പിക്കും. ഇപ്പോൾ മനസ്സിലായി, ഇതാണ് ഫൈറ്റ്. ഇത് പറയുമ്പോൾ വളരെ എളുപ്പമാണ്, പക്ഷേ ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ് യുദ്ധം എന്ന് പൗലോസ് പറഞ്ഞത്. അപ്പോൾ യുദ്ധം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യുദ്ധം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സങ്കല്പങ്ങൾക്കകത്തോട്ട്, ചിന്തയ്ക്കകത്തോട്ട്, വിചാരത്തിൻ്റെ അകത്തോട്ട് കണ്ണടച്ചിട്ട് നിങ്ങൾക്കൊരു ദൈവം ഉണ്ടെന്നുള്ള ചിന്ത മനസ്സിൽ നടക്കണം. എന്തായാലും പറഞ്ഞു, കർത്താവ് എന്നെ കൈവിടത്തില്ല. ഇതൊക്കെ നല്ല വചനങ്ങളാണ്. എന്നെ ഉപേക്ഷിക്കത്തില്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ കൂടെയുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതം കാണുക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞ് പഠിക്കണം. ഒന്നുകൂടെ ഞാൻ പറയും, എണീറ്റ് വരുമ്പോൾ തന്നെ എല്ലാ ദിവസവും പറയണം, ഞാൻ അത്ഭുതം കാണും. ഞാൻ ഈ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടുണ്ട്, അത്ഭുതം നടക്കുമെന്നും കർത്താവ് എനിക്ക് വേണ്ടി ഇതിങ്ങനെ എപ്പോഴും എല്ലാ ദിവസവും പറഞ്ഞു ഞാനിങ്ങനെ മനസ്സിൽ നിറച്ചിരിക്കുക. എന്താ ഗുണമെന്നറിയാവോ? ഒരാൾ എന്തോ ഉണ്ട് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു അത്ഭുതം നടക്കുമെന്ന്. ചിലപ്പോൾ ഒരു കളിയാക്കി കിട്ടിയേക്കും, പക്ഷെ അതൊരു ഗുണമാണ് എനിക്ക്. ഒരു പ്രശ്നം വരുമ്പോൾ ഇത് സെക്കൻഡുകൾക്കകത്ത് എൻ്റെ ഉള്ളിൽ നിറയും, അത്ഭുതം നടക്കും. ഇതെൻ്റെ സങ്കല്പങ്ങളെ തിരിച്ചു മറിക്കും, ഇതെൻ്റെ സങ്കല്പങ്ങൾക്കകത്തോട്ട് ഇടിച്ചു കയറും. എന്നിട്ട് എന്താണെന്നറിയാവോ? എനിക്ക് അനർത്ഥങ്ങളെ വിശ്വസിക്കാൻ കഴിയാതെ വണ്ണം അത്ഭുതങ്ങളെ വിശ്വസിക്കുവാൻ എൻ്റെ മനസ്സിനെ ഒരുക്കും.
കാരണം ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ മാത്രം എനിക്ക് നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. പലർക്കും സംഭവിക്കുന്നത് ഈ സംഭവത്തിൽ നമ്മൾ കുടുങ്ങിപ്പോവും. ഇപ്പം നിങ്ങൾക്കൊരു പ്രശ്നമില്ല, ഒരു കടവാരമില്ല, ഒരു രോഗമില്ല, ഒരു പ്രശ്നമില്ലേ, ഇപ്പം എന്താ പ്രശ്നം നടക്കുന്നത് അറിയാവോ? നമ്മൾ ഇവിടെ നോക്കി ഈ സ്ഥലത്ത് നമ്മൾ കുടുങ്ങി കിടക്കുക ഈ സങ്കല്പങ്ങളിലും. നമ്മുടെ ഉള്ളിൽ വന്നേക്കുന്ന ചിന്ത, 2 ദിവസം പ്രാർത്ഥിച്ചിട്ട് ബ്രദർ എൻ്റെ വിഷയത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല, 1 മാസം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒരു മാറ്റവും വരുന്നില്ല. അപ്പം ഞാനൊരു തീരുമാനത്തെത്തി, ഇനി എനിക്ക് ബ്രദർ എനിക്കറിയത്തില്ല കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അകത്ത് സങ്കല്പങ്ങൾ പറയാൻ തുടങ്ങി, നീ രക്ഷപ്പെടത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം, ഈ ഇസ്രായേലിലൊക്കെ ഉള്ളവരാരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. മിസ്രൈമിൽ നിന്ന്, അതായത് ഈജിപ്തിൽ നിന്ന് ഈ കനാൻ ദേശം വരെ എത്ര ദിവസത്തെ യാത്രയുണ്ട്? നടന്നു പോവുകയാണെങ്കിൽ എത്ര ദിവസം യാത്രയുണ്ട്? 40 ഇസ്രായേലിൽ പോയവർ വല്ല ആണോ? 11 ദിവസം. ആ ഓക്കെ, 3 11 ദിവസം. ഓ 11 4 10 എന്നാലും പോട്ടെ, എന്തായാലും 40 വർഷം എടുക്കുമോ? 40 വർഷം എടുക്കുമോ? എടുക്കത്തില്ല. എടുക്കത്തില്ല. പരമാവധി ഒരു മാസം. ഒരു മാസം. ഞാൻ 1 മാസം ഞാനങ്ങ് ഉറപ്പിക്കുവാണേ, പരമാവധി 1 മാസം. ഇത്രയും പേരുണ്ടല്ലോ ഈ കടലൊക്കെ, ഇതെല്ലാം കടന്നവർക്ക് പോകണമല്ലോ, 1 മാസം അങ്ങ് ഇടുവാ. ഞാൻ അത്രയും വലിയ എനിക്കറിയാം, എങ്കിൽ പോലും അവസാനം പറഞ്ഞ സഹോദരൻ പറഞ്ഞതുപോലെ അവസാന ഉത്തരത്തിലേക്ക് ഞാനങ്ങ് പറയുക, 1 മാസം കൂട്ടിക്കൂ, നീ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വേണ്ട. 40 വർഷം എടുക്കത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ 40 വർഷം എടുത്തിട്ടും യോശുവയുടെയും കാലേബിൻ്റെയും അകത്ത് എന്തോരം സങ്കല്പം വന്നു കാണും? ചിന്തിക്കാൻ മേലെ. 40 വർഷമായിട്ട് ഈ ഒരു യാത്ര തുടങ്ങിയിട്ട് കനാനുമില്ല, ഒന്നുമില്ല, ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ എപ്പോൾ ജോഷുവാൻ ഇൻ്റർവ്യൂ ചെയ്താലും ജോഷുവ പറയും, വാഗ്ദത്തം ചെയ്ത ദൈവം അത് കാണിക്കും. എന്നാ ജോഷുവെ മടുക്കാത്തത്? ഇറങ്ങി പുറപ്പെട്ട കാലം മുതൽ മോശയുടെ കൂടെ നടന്ന് ജോഷുവ തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. ദൈവം പറഞ്ഞതിനെ പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ഇതിങ്ങനെ പെറുപിറുക്കുന്ന ആൾക്കാർ ഇടയ്ക്ക് പോയിരുന്ന് കഞ്ഞി കുടിക്കുമ്പോഴും ജോഷുവ അവരുടെ ചെവി കൊടുക്കത്തില്ല. അവരിങ്ങനെ കുത്തിക്കയറ്റാൻ നോക്കും, ജോഷുവേ ഈ മരുഭൂമി നമ്മൾ തീരും. അപ്പുറത്ത് പോരുന്ന ബന്ധുക്കാരും നാട്ടുകാരും പെറുപിറുപ്പുകാരും എല്ലാം പറഞ്ഞു തുടങ്ങും, നമുക്കിവിടെ ഞാൻ ടെൻ്റടിക്കാം. നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. ഇനി മരുഭൂമിയിൽ പട്ടുപോകുമെന്ന് പ്രവചിക്കുന്ന ആൾക്കാരുണ്ട്. മുന്നോട്ട് നിനക്ക് പോകാൻ കഴിയത്തില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ സങ്കല്പങ്ങളിലോട്ട് കുടുങ്ങിപ്പോകാതെ 40 വർഷം എടുത്താലും കുഴപ്പമില്ല, എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഞാൻ കണ്ടിരിക്കും. അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? അതെന്തുകൊണ്ടാണ് ജോഷുവയ്ക്ക് പറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോഷുവ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തെ ഫോക്കസ് ചെയ്തു. ദൈവം എന്തു പറയുന്നു അതിന് വിപരീതമായി നിങ്ങളുടെ മനസ്സിൽ വരുന്ന സങ്കല്പങ്ങളുടെ പേരാണ് യുദ്ധം. നമ്മൾ ചിന്തിക്കുന്ന യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഉന്തിയിട്ട്, പിശാശു വന്ന് നമ്മളെ ഉന്തിയിട്ട്, നമ്മളെ മറിച്ചിട്ട്, ചിലർ പറയത്തില്ല ഞാൻ അങ്ങോട്ട് പോയപ്പോഴേക്കും പിശാശ് എന്നെ ഉന്തിയിട്ട് എൻ്റെ കാല് തല്ലി ഓടിച്ചെന്നൊക്കെ പറയത്തില്ല. ഇതല്ല യുദ്ധം. യുദ്ധമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ, വചനം വിശ്വസിക്കുന്ന വ്യക്തിക്കകത്ത് മനസ്സിലാണ് യുദ്ധം നടക്കുന്നത്. ഈ സങ്കല്പങ്ങൾ എവിടെയാണ് നടക്കുന്നത്? വിചാരങ്ങൾ എവിടെയാണ് നടക്കുന്നത്? പറ. വിചാരങ്ങളും സങ്കല്പങ്ങളും കയ്യിലോ കാലയിലോ കണ്ണയിലോ വല്ലോ ആണ് നടക്കുന്നത്? നിങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നം വരുമ്പം, നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന പരാജയ, നിരാശ, തോൽവി ചിന്തകൾ. കഴിഞ്ഞ ദിവസം നമ്മളൊരു സഹോദരിയെ പറ്റി പറഞ്ഞ, സ്വന്തം മകൻ മരിച്ചപ്പോഴേക്കും ആ മകനെ കട്ടിലേക്ക് കടത്തിയിട്ട് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഭർത്താവ് വെച്ചു, നീ എവിടേക്ക് പോകുക? ഞാൻ പുറത്തേക്ക് പോവുക. സംഭവം എന്തുവാ? സ്വന്തം മകൻ മരിച്ചു കിടന്നപ്പം പ്രവാചകനെ കാണാൻ വേണ്ടി ഓടിപ്പോകുവാണ്. ആര്? ആ സഹോദരി. എന്നാലോചിച്ച് നോക്കിയേ, എന്തൊരു മൈൻഡ് സെറ്റപ്പാ അത്. നിങ്ങളാണോ ഓടിപ്പോവോ? വീട്ടിലൊരു മരണം നടക്കുമ്പോഴേക്കും പ്രാർത്ഥനയ്ക്ക് ആരെങ്കിലും പോവോ? പ്രാർത്ഥിക്കാൻ വേണ്ടി ആരെങ്കിലും പോവോ? ഇല്ല. ആംബുലൻസ് വിളിക്കും, ഡോക്ടറെ വിളിക്കും, കാറിക്കൂകി ബഹളം വെച്ച് നമ്മളൊരു വലിയൊരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സഹോദരി ഭർത്താവിനോട് പോലും മിണ്ടിയില്ല. നിങ്ങൾ ആ വചനം എടുത്താൽ മതി, രാജാക്കന്മാരുടെ പുസ്തകം. ഭർത്താവിനോട് പോലും മിണ്ടാതെ ഒറ്റ ഓട്ടം. ഞാൻ ചോദിച്ചോട്ടെ സഹോദരി, എന്തൊരു മനസ്സായത്? നിങ്ങൾ എത്ര ദുഷ്ടയാണോ? മരിച്ചു കിടക്കുന്ന കൊച്ചിൻ്റെ അടുത്തിരിക്കാതെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഓടുവാണോ? ഉടനെ ആ സഹോദരി പറയുന്നൊരു വാക്കുണ്ട്, എനിക്കെൻ്റെ ദൈവത്തിലും ദൈവത്തിൻ്റെ പ്രവാചകനിലും വിശ്വാസമുണ്ട്. ഇനി മരിച്ചാലും ഉയർപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പരിജ്ഞാനത്തെപ്പറ്റി അറിയാവുന്നൊരു വ്യക്തി ആ പ്രശ്നത്തെ കുടുങ്ങിപ്പോകത്തില്ല.
നമ്മൾ പലപ്പോഴും പ്രശ്നത്തെ കുടുങ്ങുന്നതിൻ്റെ കാരണം നമ്മുടെ സങ്കല്പങ്ങളും വിചാരങ്ങളും ഇപ്പോഴും ബൈബിളിലല്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളൊരു നാച്ചുറൽ അവസ്ഥയിൽ നിന്നും സൂപ്പർ നാച്ചുറലുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാത്തത് കൊണ്ടാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ എൻ്റെ കാര്യം മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയും അല്ലാത്ത വിശ്വാസം തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഞായറാഴ്ച ക്രിസ്ത്യാനി തിങ്കൾ മുതൽ ഞാൻ ശനിയാഴ്ച വരെ ജോലി ചെയ്യുന്നു, കടയിൽ പോകുന്നു, എല്ലാ കാര്യവും ചെയ്യുന്നു. അപ്പോൾ ഇവൻ്റെ അപ്പം ഞായറാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി രാവിലെ എണീക്കുന്നു, ഒരു മെസ്സേജൊക്കെ രാവിലെ TV വെക്കുന്നു, ഒരുങ്ങുന്നു, ഡ്രസ്സ് മാറുന്നു, ബൈബിൾ എടുക്കുന്നു, പള്ളിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഞായറാഴ്ച ഒരു ഇറച്ചി മേടിച്ചേക്കുന്നു, കഴിക്കുന്നു, കടന്നുറങ്ങുന്നു, പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്യുന്നു? ജോലിക്ക് പോകുന്നു. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കരഞ്ഞ് കൂകി കാറി കൂകി ബഹളം ഉണ്ടാക്കി നിരാശപ്പെട്ട് ലോകത്തുള്ള സകലയിടത്തും കറങ്ങി നടക്കും. എന്നാൽ തിങ്കൾ മുതൽ വെള്ളി വരെ ജോലിക്ക് പോകണം. രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾ സംസാരിക്കേണ്ടത്, എൻ്റെ ദൈവം അത്ഭുത മന്ത്രിയാണ്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും പറയണം. ജോലി സ്ഥലത്ത് ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ എന്തോ ഒരു സമയമുണ്ട്, നമ്മൾ റീൽസൊക്കെ കാണുന്ന സമയം കൊണ്ട്, വാട്സാപ്പിലൊക്കെ കയറുന്ന സമയം കൊണ്ട് ഒരു 10 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വെക്കണം. എന്നിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളൊരു സംഭവം കൊടുത്തുകൊണ്ടേയിരിക്കണം. മനസ്സിലേക്ക് ഇതെന്തിനിങ്ങനെ കൊടുക്കുന്നറിയാവോ? ഇത് നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഓക്കെ സിസ്റ്റർ, ആ വാക്യം ഒന്ന് എടുക്കാവോ സിസ്റ്റർ? ഏത് വാക്യം? ബിൻസി സിസ്റ്റർ ആ വാക്യം എടുത്തായിരുന്നല്ലോ. ഏത് വാക്യം? രാജാക്കന്മാരുടെ പുസ്തകത്തിലെ, ഞാനിന്ന് ആ വാക്യം എടുത്തില്ല, അതുകൊണ്ടായിരുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം, ഓക്കെ, 17:24 അല്ലേ? 1 രാജാക്കന്മാർ 17:24. അത് ഞാൻ എടുത്തിട്ടൊന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 1 രാജാക്കന്മാർ 17, ഞാൻ 2 എന്ന് പറഞ്ഞല്ലേ. 1 രാജാക്കന്മാർ 17:24, 17-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. അവിടെ നോക്കി. സിസ്റ്റർ, ഈ വാക്യമല്ല സിസ്റ്ററെ, ഈ വാക്യമല്ല. അനന്തരം വീട്ടുടമക്കാർ സ്ത്രീയുടെ മകനെ ദീനം പിടിച്ച് കിടപ്പിലായി ദീനം കൂടിയിട്ട് അവന് ശ്വാസമില്ലാതെ. അപ്പോൾ എലിയാവ് ദൈവപുരുഷനോ എനിക്ക് നിനക്ക് തമ്മിൽ എന്ത് പാപം ഉറപ്പിക്കരുത്, മകനെ കൊല്ലേണ്ടതിന് ആകുമോ എന്ന് ചോദിച്ചു. ഇതല്ല, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, എലീശയുടെ വാക്യമുണ്ട്. ആ വാക്യം എനിക്ക് വേണ്ടത്. അപ്പോൾ അതിലാണ് കുറച്ചും കൂടെ ഇത്. ആ സഹോദരി മകനെ കട്ടിലിന്മേൽ കടത്തിയിട്ട് ഇറക്കുന്ന സമയത്ത് 2 രാജാക്കന്മാരല്ല, 1 രാജാക്കന്മാരല്ല, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ്. അപ്പോൾ അതിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്, ആ സ്ത്രീ എന്ത് ചെയ്തു? ആ മകനെ കട്ടിലിന്മേൽ കടത്തിയിട്ട് തൻ്റെ ഭർത്താവ് എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ സഹോദരി ഇറങ്ങിത്തിരിക്കുന്നു. നേരെ അവിടെ നിന്ന് ചെന്ന് പ്രവാചകൻ ഏഹസിയെ കാണുമ്പോൾ ഏഹസി പറയുന്നുണ്ട്, ഏഹസിയോട് തടയാൻ പറയുന്നുണ്ട്. ഏഹസി തടഞ്ഞിട്ടും നിൽക്കുന്നില്ല. അവൾ ഓടിച്ചെന്നിട്ട് പ്രവാചകൻ്റെ അടുക്കിലേക്ക് പോകുന്നു. പ്രവാചകൻ ഒരു വടി കൊടുക്കുന്നു. ഈ വടിയുമായിട്ട് ഏഹസി വന്ന് തൊട്ട് നോക്കുമ്പോൾ മകൻ മരിച്ചിരിക്കുന്നു. അതാണ് രാജാക്കന്മാരുടെ പുസ്തകം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഈ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത, അപ്പം നിങ്ങളുടെ ചിന്തയ്ക്കകത്തോട്ട് നിങ്ങളെ തന്നെ ഇതൊരു യുദ്ധമാണ്. ഒരു വിശ്വാസി ഫേസ് ചെയ്യുന്നൊരു യുദ്ധമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഒരു കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും വന്ന് ആമേൻ പറയുമോ? ഇല്ല. കൂടെ ജോലി ചെയ്യുന്നവരോ കൂടെ നിൽക്കുന്നവരോ ഒന്നും ആമേൻ പറയത്തില്ല. നമ്മൾ മാത്രമേ അത് വിശ്വസിക്കാനുള്ളൂ. അപ്പം നമുക്ക് ചുറ്റിനുമുള്ള അന്തരീക്ഷം നമ്മളെ സഹായിക്കുന്ന അന്തരീക്ഷമല്ല. അവർ നമ്മളെ നിരുത്സാഹപ്പെടും. ഞാൻ എത്രയോ വട്ടം വിശ്വാസമൊക്കെ പറഞ്ഞ ഭാഗം പ്രാർത്ഥന മാത്രമൊന്നും പോരാ, അത് മാത്രമൊന്നും പോരാ എന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം. 2 രാജാക്കന്മാർ 4:32 അല്ലേ? ഞാൻ ഈ വചനമൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് പിന്നെ അവസാനം പറയരുത് ബ്രദറെ ഞങ്ങൾ പഠിച്ചത് ഇങ്ങനെ അല്ല എന്ന് പറയുക, അതുകൊണ്ടാണ് ഇതെടുക്കുന്നത്. ഓക്കെ, അവനെ എടുത്തുകൊണ്ട് അമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അവൻ ഉച്ചവരെ അവളുടെ മടിയിൽ കിടന്ന ശേഷം മരിച്ചുപോയി. നോക്കി, കൊച്ചു മരിച്ചുപോയി. ഈ വാക്ക് നോക്കി, കൊച്ചു മരിച്ചുപോയി. അപ്പോൾ അവൾ കയറി ചെന്ന് അവൻ ദൈവപുരുഷൻ്റെ കട്ടിലിൽ മേൽ കിടത്തി വാതിലടച്ച് പുറത്തിറങ്ങി. പിന്നെ അവൾ അവൻ്റെ ഭർത്താവിനെ വിളിച്ചു, നീ വേഗത്തിൽ ദൈവപുരുഷൻ്റെ അകലെയോളം പോയി വരേണ്ടതിന് എനിക്കൊരു ബാല്യക്കാരനെ കഴുതയും തരണമെന്ന് പറഞ്ഞു. അതിനവൻ, ഇന്ന് നീ അവനടുക്കൽ പോകുന്നത് എന്തിന്? അപ്പം ഭർത്താവിനോട് പറയുകയാണ്, കൊച്ചു മരിച്ച കാര്യം പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ ആലോചിക്കും, ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയുള്ള സഹോദരിമാരൊക്കെ ഉണ്ടോ?
കൊച്ചു മരിച്ചിട്ട് കൊച്ചിനെ കട്ടിലിൽ കിടത്തിയിട്ട് ഭാര്യയോട് പറയുകയാണ്, എനിക്കിന്ന് പ്രവാചകനായ എലീശയുടെ അടുക്കിലേക്കൊന്ന് പോകണം. അതിന് വളരെ കൂളായിട്ട് പറയുക, എനിക്ക് എന്ത് ചെയ്യണം, ഒരു കഴുതേനെ ഒരു ബാലിക്കാരനെ വേഗത്ത്. അപ്പോൾ പുള്ളിക്കാരൻ ചോദിക്കുവാണ്, ഇന്ന് ഈ നമ്മൾ പറയത്തില്ലേ, ഇന്ന് ഈ ഞായറാഴ്ചയായിട്ട് അവിടെ പോകാനാ, ഇന്ന് ശബത്തല്ലേ എന്ന രീതിയിലാണ് പറഞ്ഞത്, ഈ ശബത്ത് ദിവസം എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഉടനെ അങ്ങനെ അവൻ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി ബാലിക്കാരനോട് നല്ലവണ്ണം തെളിച്ചു വിടുക, ഞാൻ പറഞ്ഞിട്ടല്ലാതെ വഴിയിൽ എവിടെയും നിർത്തരുത്. ഓർത്തനം കൊച്ചു മരിച്ചു കിടക്കുക. അപ്പം ഈ സഹോദരയുടെ സങ്കല്പം എന്തോ മനസ്സിൽ വരുന്ന ചിന്ത തന്നെയായിരിക്കും, ഇനി എന്തിനാണ് നീ പ്രാർത്ഥിക്കുന്നത്? നിന്റെ കൊച്ചിനെ തരാത്ത ദൈവം, കൊച്ചിനെ കളഞ്ഞ ദൈവം, ഇങ്ങനെയൊക്കെ ഒത്തിരി ചിന്തകൾ വന്നേക്കാം. പക്ഷേ ഈ സഹോദരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, എലീശയെ മാനിക്കുന്നൊരു സഹോദരി. അപ്പോൾ പ്രവാചകനെ പറ്റിയും ദൈവത്തെ പറ്റിയും വചനത്തെ പറ്റിയൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു, നമുക്ക് ഈ സഹോദരിയെ പറ്റി നേരത്തെ പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ഈ കുഞ്ഞ് തന്നെ ഒരു മിറക്കിൾ കുഞ്ഞ് തന്നെയാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ ചെന്ന് കർമ്മേൽ പർവ്വതത്തിൽ ദൈവപുരുഷൻ്റെ എത്തി. ദൈവപുരുഷൻ അവളെ ദൂരത്ത് കണ്ടപ്പോൾ തന്നെ ബാല്യക്കാരനോട് ഏകസ്യോട്, അതാ ശൂന്യക്കാരെത്തി വരുന്നു, നീ ഓടിച്ചെന്ന് അവളെ എതിരേൽക്കുക. സുഖം തന്നെയൊന്ന്, ഭർത്താവിന് സുഖമായിരിക്കുന്നുവല്ലോ, ബാല്യക്കാരന് സുഖമുണ്ടോ എന്ന് അവളോട് ചോദിക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അവൾ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ അവൻ്റെ കാൽ പിടിച്ചു. ഖേഗസി അവനെ ആള് മാറ്റി. അടുത്ത് ചെന്നാറ് ദൈവപുരുഷൻ ആളെ വിടുക. അവൾക്ക് വലിയൊരു മനോവ്യസനമുണ്ട്, യഹോവ എന്നെ അറിയിക്കാതെ മറച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, പ്രവാചകൻ ഈ കൊച്ചു മരിച്ച കാര്യം അറിയായിരുന്നോ? ഈ വചനം നോക്കിയിട്ട് പറയാവുള്ളേ. അറിയാമായിരുന്നു. അപ്പൊ ചിലർക്ക് മലയാളം അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ചിലർക്ക് മലയാളം അറിയത്തില്ല. ശ്രദ്ധിച്ചു നോക്കി, അവർക്ക് വലിയൊരു മനോവ്യസനം ഉണ്ട്. യഹോവ അത് എന്നെ അറിയിച്ചിട്ടില്ല, അത് മറച്ചു വെച്ചിരിക്കുന്നു പ്രവാചകൻ. അപ്പൊ പ്രവാചകന് മനസ്സിലായില്ല. അപ്പോൾ അവൾ വന്നിട്ട് പറയുകയാണ്, യജമാനൻ എൻ്റെ മകനെ ചോദിച്ചിരിക്കുന്നു, എന്നെ ചതിക്കരുത്. അപ്പോൾ കുറേ കാര്യങ്ങൾ അവൾ പറയുകയാണ്. എൻ്റെ താഴേക്ക് വന്നപ്പോൾ അപ്പോഴാണ് പ്രവാചകന് മനസ്സിലായത് അത് മരിച്ചു എന്ന്. എന്നാൽ ഒരു കൺഫേം ചെയ്യാൻ വേണ്ടി അടുത്ത വാക്യം നമുക്കറിയാം, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. തൻ്റെ ബാല്യക്കാരനെ അയക്കുന്നു, അവൻ ചെല്ലുന്നു. അവിടെ ചെന്ന് സംഭവത്തേക്കും അവിടെ ചെന്നിട്ടില്ല. അപ്പോഴേക്കും എന്നാൽ ബാല്യക്കാരൻ, അമ്മ യഹോവയാണ്, നിൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളുടെ കൂടെ പോയി. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കി, അന്നത്തെ കാലഘട്ടത്തിൽ പ്രവാചകന്മാർക്ക് ജീവനെ വരെ കൊടുക്കുവാൻ കഴിയും. അപ്പം നിങ്ങളിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെയും നിങ്ങളിരിക്കുന്ന അഭിഷേകവും ചെറിയ അഭിഷേകമല്ല. ഞാൻ പണ്ട് കേട്ട ഒരു സാക്ഷ്യമാണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനത് നമ്മൾ പലപ്പോഴും കർത്താവുമായിട്ട് ഒരു വളരെ എരിവുള്ളൊരു സഹോദരി, എപ്പോഴും കർത്താവിനെ പറ്റി വിശ്വാസത്തിൽ വന്ന് എപ്പോഴും യേശുവിനെ പറ്റി പറഞ്ഞ്, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ തലവേദന തരുന്നൊരു സഹോദരിയുണ്ട്. എപ്പോൾ നോക്കിയാലും യേശുവിനെ പറ്റി പറയും. അങ്ങനെ കുടുംബക്കാർക്കാർക്കും വലിയ താല്പര്യമൊന്നുമില്ല, പ്രാർത്ഥനക്കാരി എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കളിയാക്കും. പക്ഷെ എനിക്ക് ആ കളിയാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം എന്നെ കള്ളനെന്നും കൊലപാതകനെന്നും മദ്യപാനെന്നും വിളിച്ചില്ല, പകരം പ്രാർത്ഥനക്കാരനെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അവന് മനസ്സിലായി എൻ്റെ അകത്ത് അഭിഷേകമുണ്ടെന്ന്. അപ്പോൾ ഈ സഹോദരി ഈ സഹോദരൻ്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ യേശുവിനെ പറ്റി പറഞ്ഞ് രാത്രി 11 മണിയായി 11:30 അവസാനം കൊച്ചു വന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ പോയി കിടക്കും. അമ്മ കൊച്ചിനെ പോലും മൈൻഡ് ചെയ്തില്ല, കൊച്ചു പോയി കിടന്നു. അപ്പോൾ ഈ സഹോദരൻ്റെ ഭാര്യയോട് ഇങ്ങനെ യേശുവിനെ പറ്റി പറയുക. സഹോദരിക്കാണ് ഒരു താല്പര്യമില്ല. ഇങ്ങനെ പറഞ്ഞു യേശുവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് നിനക്ക് വേണ്ടി, വലിയ പ്രസംഗമൊന്നും അറിയത്തില്ലെങ്കിലും ഉള്ള വചനം പറഞ്ഞ് നിൻ്റെ കുടുംബത്തെ കർത്താവ് രക്ഷിക്കും. കുറേ കഴിഞ്ഞപ്പോഴേക്കും ഈ ആങ്ങളയുടെ കരച്ചിൽ കേട്ടുണ്ട് പെട്ടെന്ന് ഇവർ ഞെട്ടി നിൽക്കുക. ആങ്ങളെ വിട്ട് കരയുക. ഓടിച്ചെന്ന് നോക്കിയപ്പോഴേക്കും ഉറങ്ങാൻ പോയ കൊച്ചിൻ്റെ ശരീരം ഐസ് പോലെ ഇരിക്കുക. നോക്കിയപ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ല, ശ്വാസമില്ല, ഒന്നുമില്ല, കൊച്ചിന് ഒരു അനക്കം പോലുമില്ല. ഈ പുള്ളി കിടന്ന് നിലവിളിക്കുക. അപ്പോൾ അത്ര നേരം കേട്ട നാത്തൂൻ, അതായത് സഹോദരൻ്റെ ഭാര്യയും കൂടെ നിലവിളിക്കുന്നു. ഈ പുള്ളിക്കാരി പെട്ടെന്ന് പെങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കും പെട്ടെന്ന് സങ്കടവും ഭാരവും വന്ന് പെട്ടെന്ന് സങ്കടം ഇങ്ങനെ വന്ന് മനസ്സിലോട്ട് കയറിയപ്പം ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന എന്തുവാ, യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇത് പെട്ടെന്ന് മനസ്സിലോട്ട് ഇങ്ങനെ, അതാണ് സങ്കല്പങ്ങൾ. കൊച്ചു മരിച്ചു, ഡെഡ് ബോഡിയുടെ അടുക്കൽ നിന്നുകൊണ്ട് കരയുന്നവരുടെ കൂടെ നിന്ന് കരയാൻ പറ്റാത്ത കരയേണ്ട ആള് ഓടി വന്ന് കൊച്ചിനെ ചേർത്ത് പിടിച്ചിട്ട്, എൻ്റെ യേശുവേ, ലാസറിനെ ഉയർപ്പിച്ചതുപോലെ, നാറ്റം വന്ന ലാസറിനെ ഉയർപ്പിച്ചതുപോലെ എൻ്റെ യേശുവേ, ഈ കുഞ്ഞിൻ്റെ മേൽ കർത്താവെ അങ്ങ് പ്രവർത്തിക്കണപ്പാ, അങ്ങക്ക് ജീവൻ കൊടുക്കാൻ പറ്റും. നിമിഷ നേരത്തിനകത്ത് കൊച്ചൊരൊറ്റ ചുമ, നിമിഷ നേരത്തെ ഐസ് പോലായ ശരീരത്തിൻ്റെ അകത്തൊരു ചൂട്, അത് ജീവനിലേക്ക് മടങ്ങി വന്നു. അവർ ചെക്ക് ചെയ്തിട്ടാണ്, ചുമ്മാ ഒരാൾ കൊച്ചി ചത്തുപോയെന്ന് പറഞ്ഞ് കരയുമോ? അപ്പം എന്താ അവിടെ സംഭവിച്ചത്? എന്തുകൊണ്ട് ആ സഹോദരിക്ക് അത് ചെയ്യാൻ പറ്റിയത്? ഇതാണ് വചനവുമായൊരു ബന്ധം.
ഇപ്പം ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയി വചനം കേൾക്കുന്ന ഒരു വ്യക്തി തിങ്കൾ മുതൽ വെള്ളി വരെ ടെൻഷൻ അടിച്ച് ഭാരപ്പെട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയത്തില്ല. പകരം എല്ലാ ദിവസവും നമ്മുടെ സങ്കല്പങ്ങളും വിചാരങ്ങളും ദൈവപ്രവൃത്തിയിലുള്ള ആണെങ്കിൽ, അതുകൊണ്ട് നിങ്ങളോട് ആരും വന്ന് പറയത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞു, എന്നോട് എല്ലാ ദിവസവും വന്നിട്ട് ഒരാൾ പോലും പറയത്തില്ല ബ്രദറെ ഇന്നത്തെ ദിവസം അത്ഭുതത്തിൻ്റെ ദിവസം. ഇല്ല, ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇന്നത്തെ ദിവസം യേശു എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി എപ്പോഴും സംസാരിക്കും. ദൈവപ്രവൃത്തി നടക്കും, മരിച്ചവൻ ഉയർക്കും, അസാധാരണമായ പ്രവൃത്തികൾ എൻ്റെ ദൈവം എന്നിലൂടെ ചെയ്യും, എന്നോട് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ പറയുക, എൻ്റെ മനസ്സും എൻ്റെ സങ്കല്പങ്ങളെല്ലാം ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു മനസ്സാവും. അപ്പം എനിക്കൊരു പ്രശ്നം വരുമ്പോൾ എന്താ സംഭവം, എനിക്ക് നിരാശ വരും, സങ്കടം വരും, നിങ്ങളെപ്പോലെ തന്നെ പ്രയാസം വരുമ്പോഴും ഞാൻ എന്നോട് തന്നെ ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സ് പ്രവർത്തിക്കും. ഇതൊരു ഫൈറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഈ വിചാരത്തെ പിടിച്ചടക്കും, യേശുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്നതിനെ പിടിച്ചടക്കും. അപ്പോൾ എൻ്റെ പ്രശ്നത്തെ ഞാൻ ഇങ്ങനെ പറയാം, എന്നോട് എതിർക്കുന്ന ശത്രുത എന്തു ആയിക്കോട്ടെ, യഹോവ എൻ്റെ മുമ്പിൽ തോൽപ്പിക്കും. എൻ്റെ കൂടെ പറഞ്ഞ എൻ്റെ പ്രശ്നങ്ങളെ ദൈവം എൻ്റെ മുമ്പിൽ തോൽപ്പിക്കുമെന്ന് പറ. എന്റെ പ്രശ്നങ്ങളെ ദൈവം എന്റെ മുന്നിൽ തോൽപ്പിക്കും. പ്രശ്നങ്ങളെ യഹോവ എന്റെ മുമ്പിൽ തോൽപ്പിക്കും. ആമേൻ. അപ്പോൾ ഇത് പറയണം, നമ്മൾ അതിനുവേണ്ടി ദൈവത്തെ സഹായിക്കാൻ പോകണം. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ദൈവസന്നിധി വന്നിട്ട് പല ആൾക്കാരും കർത്താവിൻ്റെ നമ്മുടെ പ്രശ്നങ്ങളെ സ്വന്തമായിട്ട് പരിഹരിക്കാൻ നോക്കും. പറയണം, ഇല്ല, എൻ്റെ പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ, ഞാൻ ദൈവരാജ്യത്തിൽ, അതാണ് കിങ്ഡം, രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരല്ല, രാജ്യത്തിൽ ഇരിക്കുന്നവരാണ്. നമുക്ക് ഒരുമിച്ച് എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. ഈ സിജോയ്ക്കൊരു മൂത്ത ചേട്ടനും കൂടെയുണ്ട്. ഈ സിജോ എന്ന് പറയുന്ന വ്യക്തിക്കൊരു മൂത്ത ചേട്ടനെയും കൂടെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ് ഇവിടെ ഉള്ളത്? ഇന്ന് ആ വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽ, പ്രത്യേകിച്ച് ഈ സിജോയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ നടക്കാൻ വേണ്ടി പോവാണ്. ഈ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, എന്നെ യൂട്യൂബിലായിക്കോട്ടെ കേൾക്കുന്നവരായിക്കോട്ടെ, ഈ സിജോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മൂത്ത ചേട്ടനുണ്ട്. ഇന്ന് കർത്താവ് ഇന്ന് ആ ഭവനത്തെ തൊടാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ആരാണോ ഇന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആമേൻ പറഞ്ഞതിനെ ഏറ്റെടുത്തോണം. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ, പ്രത്യേകിച്ച് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പാ. കർത്താവേ, ഞങ്ങളെന്ന് അനുഗ്രഹിക്കുന്നപ്പാ. എന്റെ അളിയനാണ്. അളിയന, ഈ അളിയനും പറഞ്ഞ പോലെ തന്നെ ആളുണ്ടോ? മൂത്ത ചേട്ടനുണ്ടോ? മൂത്ത ചേട്ടനുണ്ട്. ഈ പറഞ്ഞ സിജോയ്ക്ക് ഇച്ചിരി ഹാർട്ടിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. പുള്ളി UK-ലാണ്. അപ്പൊ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ഹാർട്ടിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. പുള്ളിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വലിയൊരു പ്രവൃത്തി നടക്കാൻ വേണ്ടി പോകണം. അവന് വേണ്ടി പ്രത്യേക പ്രാർത്ഥിച്ചോണം. ഇതിൽ പറയണം, അവൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിനെ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് വേണം. ഇത് അയച്ചു കൊടുത്തോണം. പുള്ളിയോട് പറയണം, പ്രാർത്ഥനയാലല്ലാതെ ഇത് മാറിപ്പോകത്തില്ലെന്ന് പറ. നമ്മൾ കർത്താവ് അതുവേണ്ടി പ്രവർത്തിക്കും തന്നെ പറഞ്ഞു കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്ന. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ഇന്ന് എൻ്റെ കൂടെ പ്രാർത്ഥിച്ച്. ഇന്ന് തന്നെ കർത്താവ് എന്നെ ഈ കൈതേൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേര് കർത്താവ് എന്നെ കാണിക്കുക. കൈതേൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേര് എന്നെ കർത്താവ് കാണിക്കുക. ആ വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്നത്, അവിടുത്തെ തലമുറകളുടെ ഭാവിയെ അടച്ചതിനെ സ്വർഗത്തിലെ ദൈവം ഇന്ന് തുറക്കുകയാണ്. ഒരു വാക്ക് കർത്താവ് പറയുകയാണ്, അനർത്ഥങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി കൈതേൽ എന്ന് പറയുന്ന ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ തുറക്കാൻ വേണ്ടി പോവാണ്. പ്രത്യേകിച്ച് അവിടെ യാൺ തലമുറകളുമായി ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, ഒത്തിരി സങ്കടകരമായിട്ടുള്ള കാഴ്ചകൾ ജീവിതത്തിൽ തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആൺ തലമുറകളുമായി ബന്ധപ്പെട്ട് ആ തലമുറകളെ വാഴിക്കത്തില്ലെന്ന് പറയുന്ന പിശാചിൻ്റെ തന്ത്രങ്ങൾ ഇന്ന് അവിടെ നിന്ന് മാറുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ കൽപ്പിക്കുന്നപ്പോൾ വലിയ പ്രവൃത്തികൾക്കായി ഞങ്ങൾ വേർതിരിക്കുന്നു. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് സൂമിലും ലൈവിലും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നവർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുകയാണ്. ഈ വീടിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ, അതായത് ഒരു വ്യക്തി വീടിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു ജനലിൻ്റെ വലിയൊരു പാളിയുള്ള ജനലാണ്. ഈ വയലറ്റ്, ലൈറ്റ് കളറിലെ വയലറ്റ് കളറിൻ്റെ അകത്ത് കളറുള്ള ഒരു കർട്ടൻ ഇട്ടേക്കുന്ന ഒരു വീടാണ് കാണുന്നത്. റൈറ്റ് സൈഡിലാണ് ഈ ജനലുള്ളത്. കയറി ചെല്ലുമ്പോൾ തന്നെ ആ വീട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ റൈറ്റ് സൈഡിൽ തന്നെ ഞാൻ കാണുന്നത് ഒരു മുറിയുണ്ട്. ഈ റൈറ്റ് സൈഡിൽ തന്നെ ഒരു മുറി ഞാൻ കാണുന്നുണ്ട്, ഒരു വീടിൻ്റെ.
ആ വീട്ടിൽ ഈ റൈറ്റ് സൈഡിലെ മുറിയിലിരിക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ച് ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. വീടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി വീട്ടിലുള്ള ആളാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ ഭവനത്തിലേക്ക് ജോയി നടന്നു വരുന്നതായിട്ട് ഞാൻ കാഴ്ച കാണുവാണ്. അതൊരു അനുഗ്രഹത്തിൻ്റെ വാർത്തയായി ദൈവം ആ വ്യക്തിയെ അയക്കുമെന്ന് പറഞ്ഞ ആ ഭവനത്തിലുള്ളതായിരിക്കത്തില്ല. കാര്യം ഞാൻ ആ വ്യക്തിയെ പുറത്തുനിന്ന് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ വയലറ്റ് എന്ന് പറയുന്നത് ഞാൻ കണ്ടത് ലൈറ്റ് കളറിലെ, കടും വയലറ്റ് അല്ല, ലൈറ്റ് ആയിട്ടുള്ളൊരു വയലറ്റ് കളറിലെ ഇതാണ് കാണുന്നത്. ഇന്ന് കർത്താവ് ആ ഭവനത്തെ തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് റിലീസ് ചെയ്യുന്നു. ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് അയക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവിടെ കൈവച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവിൻ്റെ തിരുമുറിവിനുള്ള ദിവ്യ ആരോഗ്യം നിങ്ങളുടെ മേൽ സംഭവിച്ചുകൊണ്ടിരിക്കും. വലിയ സാക്ഷ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കാൻ പോവുക. രോഗക്കിടക്കിൽ കിടക്കുന്നവർ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ചാടി എണീറ്റ് വരും. വീൽ ചെയറിൽ ഇരിക്കുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങൾ നടന്നും ഓടിയും തുള്ളിയും ചാടി, ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തുള്ളി ചാടി ദൈവത്തെ ആരാധിച്ചു എന്ന്. അങ്ങനെ സംഭവിക്കും, നിങ്ങളുടെ മേൽ സംഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ എന്ന് കൽപ്പിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഈ മോനിഷ എന്ന് പറയുന്ന ഒരു വിളിപ്പേര് കർത്താവ് എന്നെ കാണിക്കുക. മോനിഷ എന്ന് വിളിക്കുന്ന ഒരു വിളിപ്പേര്, അത് ഒഫീഷ്യൽ നെയിമാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഒരു കുടുംബം, ആ മോനിഷയുടെ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ ചില പദ്ധതികളെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ ദിവസം ഇതെന്നെ കേൾക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, സുഹൃത്തുമായി ബന്ധപ്പെട്ട് വലിയൊരു തകർച്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഭവനമാണ്. എന്നാൽ കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ വഴികളെ തുറക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആരാണ് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് അവരെ അറിയിക്കുക. ഇങ്ങനെ പറഞ്ഞാൽ ആ സുഹൃത്തുമായി ബന്ധപ്പെട്ടുണ്ടായ നിങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകളെ നെറിഞ്ഞു കളഞ്ഞിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. ദൈവം അതൊരു അത്ഭുതമാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ, വലിയ പ്രവൃത്തികളെ ഞാൻ കാണുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇന്ന് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, നിങ്ങൾ പറയാനുള്ളവർ വേണ്ടി മാത്രമേ മ്യൂട്ട് മാറ്റാവുള്ളൂ, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവേ അങ്ങയുടെ വലിയ വയലറ്റ് കർട്ടനിട്ട വീട് എന്റെയാണ്. സിസ്റ്ററുടെ വീടാണ് പറഞ്ഞത്. ഈ പറഞ്ഞ മുറിയിൽ ആരാ ഇരിക്കുന്നവിടെ? ഞാൻ തന്നെ. സിസ്റ്റർ തന്നെ ഇരിക്കുന്ന മുറിയിൽ? ആരുമില്ല. ഓ സിസ്റ്ററെ, ആ മുറിയിലിരിക്കുന്ന ആളെ കർത്താവ് തൊടുവെന്ന് പറഞ്ഞു. ഇന്ന് കർത്താവിൻ്റെ സ്പർശനം ആ വീട്ടിൽ വെളിപ്പെടുക കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ വിഷമത്തിൽ ആ വിഷമം കർത്താവ് കണ്ടു. ഇന്ന് ആ വിഷമത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് നയിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ ആ തടസ്സം നീങ്ങട്ടെ. ആ ഭാരം ഇപ്പോൾ തന്നെ കേട്ടതുപോലെ ഇന്ന് ഭാരം വിട്ട് ഒഴിയുകയാണ്. ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് അവിടെ കർത്താവ് ചെയ്യുന്നല്ലോ. വലിയ പ്രവൃത്തികളാൽ ദൈവം നിറയ്ക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ എല്ലാവരും പറയാനുള്ളവരല്ലാതെ മൈക്ക് ആരും ഇപ്പം മാറ്റല്ലേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ വലിയ മുഖത്ത് ഞാനൊരു വ്യക്തിയെ കാണുകയാണ്. ആ വ്യക്തി ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ചെക്ക് ബുക്ക് ബാഗിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ ചെക്ക് ബുക്ക് ഒരു ബാഗിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാനൊരു കാഴ്ച, വലിയൊരു സാമ്പത്തിക കുരുക്കിൻ്റെ അകത്തോട്ടാണ് ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു കുരുക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. ആ കുരുക്ക് ഇന്ന് അഴിയുകയാണ്. എന്നോട് പറയുന്നത്, നിങ്ങൾ എത്ര ശ്രമിച്ചാലും എത്ര നോക്കിക്കൊണ്ടിരുന്നാലും സാമ്പത്തികമായിട്ട് മൊത്തം തടസ്സം, ഇതിൻ്റെ പിന്നിൽ ഒരു കുരുക്കുണ്ട് കേട്ടോ. ഇന്ന് ആ കുരുക്ക് അഴിയുക. വലിയൊരു ശേഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോവാണ്. ആരാന്ന് വെച്ചാൽ ഓടിപ്പോയ ബാഗ് ചെക്ക് ചെയ്തോണം. ബാഗിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു ചെക്ക് ബുക്കും ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു പാസ്ബുക്കും കിടപ്പുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ഞാൻ ആ വ്യക്തിയെ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ചെക്ക് ബുക്ക് ഇത് കിടക്കുന്നത് ഫെഡറൽ ബാങ്കിന്റെ ഫെഡറൽ ബാങ്കിന്റെ. ഓ, എന്നോട് ഈ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇപ്പോഴടുത്ത് നോക്കിയത് അല്ല, കിടക്കുന്നത് ഞാൻ പകല് മുമ്പ് ഇട്ടിരിക്കണ 3-4 ദിവസമായിട്ട് ഇട്ടിരിക്കുന്നതാ ബാഗിനകത്ത്. അത് വലിയൊരു സാക്ഷ്യമാണ്. 3-4 ദിവസം
ആമേൻ. അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. കാര്യം ഈ ഒരു സാക്ഷ്യം ഒരു മിനിറ്റ് ഈ സഹോദരിക്ക് വേണ്ടി തന്നെയാണ് കർത്താവ് ഇപ്പനോട് പറഞ്ഞ് വേഗത്തിൽ എൻ്റെ ഹൃദയത്തിൽ വന്നാണ്. ഈ സഹോദരിക്ക് വേണ്ടി തന്നെയാണത്. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്ന ആ കുരുക്ക്, സാമ്പത്തിക കുരുക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് കേട്ടോ. അതിപ്പോൾ അഴിയുക. ഇതുവരെ കാണാത്ത കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എൻ്റെ കർത്താവ് പറയുകയാണ്, ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് ചില വഴിത്തിരിവുകളെ ചെയ്യാൻ വേണ്ടി പോവാം. ആ വ്യക്തി മുഖാന്തരം കർത്താവ് വലിയ ചില പ്രവൃത്തികളെ ദൈവം ചെയ്യാൻ വേണ്ടി പോകണം. ആ പേരത് നോട്ടി വെച്ചോണം. ദൈവം ആ വ്യക്തിയെ നിങ്ങളുടെ ഭവനത്തിലേക്കല്ല, നിങ്ങളുമായിട്ട് ഏതോ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഫിനാൻസുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു കണക്ഷൻ തരാൻ വേണ്ടി, ഒരു ബന്ധം തരാൻ വേണ്ടി പോവാം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ പ്രതിസന്ധികൾ മാറട്ടെ, സാമ്പത്തിക കുരുക്കുകൾ മാറട്ടെ, അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി കർത്താവ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ, വലിയ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് അയക്കുന്നല്ലോ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നപ്പാ, ദൈവപ്രവൃത്തികളെ ഞങ്ങളിന്ന് വിശ്വസിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവെ നന്ദി കർത്താവേ, യേശുവെ നന്ദി കർത്താവേ. വലിയ മഹത്വം ദൈവം. എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ കാണുന്നൊരു കാഴ്ച 2012 ഞാൻ കാണുന്നൊരു കാഴ്ച 2012 ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ട് 2012 വർഷം ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച. ഞാനൊരു ഒരു അപ്പാർട്ട്മെൻ്റ് അല്ല, അത് അത്ര അപ്പാർട്ട്മെൻ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരു വീടിൻ്റെ ടെറസിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു റൂം പോലെ ഞാൻ കാണുകയാണ്. ടെറസാണ്, എൻ്റെ മുകളിലോട്ട് ഒരു റൂമാണ് ഞാൻ കാണുന്നത്. അവിടെ 2 വ്യക്തികളോടൊപ്പം താമസിക്കുന്ന ഒരു വ്യക്തി. 2012 എൻ്റെ കർത്താവ് ഇങ്ങനൊരു വാക്ക് പറയാണ്, അന്ന് നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നീ അനുഭവിച്ച വേദനകളുടെ മറുപടിയായി വരാൻ പോകുന്ന 2025 ദൈവം ഒരു മറുപടിയെ ചെയ്യുവാൻ പോകുന്നു എന്ന് കർത്താവിൻ്റെ ഒരു വാക്ക് പറയുകയാണ്. ഈ ഒരു വർഷവും ഈ ഒരു കാഴ്ച ഞാൻ ആ ഒരു സ്ഥലം കാണുന്നത് അങ്ങനെയാണ്. ആ വ്യക്തി ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ ജയിലാണ് ഈ വ്യക്തിയുടെ പേരിൻ്റെ ആരംഭം തുടങ്ങുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ ഇന്ന് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ ഉണ്ടാകുന്നല്ലോ. ഇപ്പോൾ തന്നെ ഇന്ന് സൂമിലോ ലൈവിലോ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി നിങ്ങളുടെ ഹൃദയം നൊന്ത് വേദനിച്ചൊരു സമയങ്ങളാണ്. കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രവൃത്തിക്കായിട്ട് വേർതിരിക്കുന്നു. ഇത് മറുപടിയുടെ വർഷമാണ്. നിരാശകൾ വിട്ടൊഴിഞ്ഞ് മറുപടിയുടെ വർഷമായിട്ട് കർത്താവ് ഇന്ന് ചെയ്യുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പം വലിയ പ്രവൃത്തികൾ ശരീരത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ സമയത്ത് എൻ്റെ കൂടെ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരൊന്ന് പ്രാർത്ഥിച്ച്, രോഗം നമ്മുടെ ശത്രുവാണ് കേട്ടോ. ഈ ശത്രുവിനെ ദൈവം ഇന്ന് എതിർക്കും. കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യമുണ്ട്. അതോടൊപ്പം തന്നെ ദൈവം എന്നെ ഒരു ബാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ബാലൻ്റെ തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വെളിപ്പെടുന്നതായിട്ട് പറയുന്നത് ആരാണോ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ബാലൻ്റെ തലമുറകളെ ദൈവം തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മാനിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് കർത്താവ് കാണത്തക്കവണ്ണം ആ ബാലൻ്റെ ഭവനത്തെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ പേര് ബാലൻ എന്നാണ്. അച്ഛൻ്റെ പേരാണ് ബാലൻ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ഏറ്റെടുത്ത സഹോദരനോട് തന്നെ കേട്ടോ ആലോചന. എൻ്റെ കർത്താവ് പറഞ്ഞ തലമുറ, അതായത് ബാലൻ്റെ തലമുറകളെ കർത്താവ് തൊടുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി അവിടെ ഉണ്ടാകുന്നല്ലോ. വലിയ പ്രവൃത്തികൾ നടക്കി. ഇന്ന് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ കൈവച്ച്, ആ വേദനയുള്ളവർ കൈവച്ച് ഇന്ന് ആ വേദന നിങ്ങളെ വിട്ട് മാറുക. രോഗബന്ധനങ്ങൾ, രോഗശക്തികൾ നിങ്ങളെ വിട്ട് മാറുക. ഇപ്പോൾ തന്നെ പറയണം, രോഗം എൻ്റെ ശത്രു അമിത്രമല്ല കേട്ടോ. നിങ്ങൾ സിംഹത്തെ വിളിച്ചുകൊണ്ട്, നിങ്ങളുടെ പുലിയെ വിളിച്ചുകൊണ്ട്, പെരുമ്പാവനെ വിളിച്ചുകൊണ്ട് നമ്മൾ മേശപ്പുറത്തിരുത്തി ചോറ് കൊടുക്കുകയോ ഇല്ലല്ലോ. ശത്രുവല്ല, നമ്മളത് വലിച്ചു കീറത്തില്ല. ഇതുപോലെ ശത്രുവാണ്. ഇത് എനിക്കുള്ളതല്ല. ദൈവം എൻ്റെ മുമ്പിൽ തോൽപ്പിക്കും. ഞാനിതിനെ പുറത്താക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യം എൻ്റെ അവകാശമാണ്. പറ, ആരോഗ്യം എൻ്റെ അവകാശമാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോയി രോഗിയായി കിടക്കുന്നത് കണ്ട് കർത്താവ് പൊട്ടിച്ചിരിക്കത്തില്ല. കർത്താവ് ഇത് മാറാൻ വേണ്ടിയാണ് മുറിവേറ്റത്. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ നിമിഷം തന്നെ അവിടെ നിന്ന് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നല്ലോ.
ഈ നിമിഷം തന്നെ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുന്നല്ലോ. ഞാനിപ്പം തന്നെ കർത്താവിനെ കാണിക്കുന്നു. ഈ മൂത്ത സഹോദരി, ഒരാളുടെ മൂത്ത സഹോദരി, അയാളുടെ പേര് സരിത എന്നാണ്. മൂത്ത സഹോദരിയാണ് ഈ സരിത. ഇന്ന് കേൾക്കുന്ന ആരുടെയും മൂത്ത സഹോദരിയാണ് സരിത എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുകയാണ്. മൂത്തയാളാണ്, സഹോദരിയാണ്. ഈ കേൾക്കുന്ന വ്യക്തിയുടെ മൂത്തയാളാണ്, ഇളയാളല്ല, മൂത്തയാളാണ് സരിത എന്ന് പറയുന്നത്. സരിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയൊരു അനർത്ഥം ഇവിടെ നിന്ന് വിട്ടൊഴിയുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ചാടി എടുത്തോണം. നാം ആ വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. ഇന്ന് ഈ രാത്രിയിൽ ഒരു ദുഃഖവാർത്ത കേൾക്കണമെന്നാണ് പിശാചിൻ്റെ ആഗ്രഹം. പക്ഷേ ഇല്ല, ദൈവമക്കളുടെ പ്രാർത്ഥന ഒരു പിശാചിനെയും കയറ്റുന്നതല്ല, അതിൻ്റെ പ്രവൃത്തികളെ അഴിക്കുന്നതാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതം അവിടെ പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ അവിടെ പ്രവർത്തിച്ച് ദൈവം അവിടെ അത്ഭുതം ചെയ്തിട്ട് നന്ദി പറയുന്നപ്പ. ഈ ദിവസങ്ങളിൽ നിരാശകൾ വിട്ടുമാറട്ടെ. മനസ്സിലുള്ള ഭാരങ്ങൾ എല്ലാം ഒരു നിമിഷം ഹൃദയത്തിൽ നിന്ന് കൈവച്ച് എന്നിട്ട് പറയാം, എൻ്റെ സകല ഭാരങ്ങളെയും ഇന്ന് നിങ്ങളിത് പറയുമ്പോൾ മനസ്സ് ശരീരമൊക്കെ ഫ്രീ ആവുക. കിടന്നുറങ്ങാൻ പോലും പറ്റാതെ, ഒന്ന് ജോലി ചെയ്യാൻ പറ്റാതെ മാനസികമായി തളർന്നവരുണ്ട്, മനസ്സ് അസ്വസ്ഥപ്പെട്ടവരുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫ്രീ ആകുക യേശുവിൻ്റെ നാമത്തിൽ. ഫ്രീ ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആ മനസ്സിലെ മുറിവുകൾ ഏറ്റവും നിമിത്തം കരഞ്ഞുകൊണ്ടിരിക്കുക. ദിവസങ്ങളിൽ കരഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആരോട് എന്ത് പറയണമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല. മറ്റുള്ളവരോട് മുമ്പിൽ പോയി വെറുതെ കരയുക യേശുവിൻ്റെ നാമത്തിൽ. അവരെന്ത് വിചാരിക്കുന്നത് പോലും അറിയാതെ വെറുതെ കരയുക യേശുവിൻ്റെ നാമത്തിൽ. ആ മനസ്സിലേറ്റ മുറിവായതിൻ്റെ കുഴപ്പം. ഇന്ന് ആ മുറിവ് ഉണങ്ങുന്നു, സമാധാനം ഉണ്ടാകുന്നു, അതിൻ്റെ മറുപടികൾ വെളിപ്പെടുന്നു യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ രോഗശക്തിയോട് പറയുന്നു. അതേസമയം തന്നെ ശരീരത്തിലേറ്റ വേദനകൾ, മുറിവുകൾ ഇപ്പോൾ സൗഖ്യമാകുക. ദിവ്യാരോഗ്യം, ദീർഘായുസ് നമ്മുടെ അവകാശമാകട്ടെ. പെടുമരണമല്ല, ദിവ്യാരോഗ്യം, ദീർഘായുസുകൾ നമ്മുടെ അവകാശമാണ്. അത്ഭുതത്തിന് നന്ദി പറയുന്നത്. ഇപ്പോൾ കൈയോടെ വെച്ച് ആ വേദനയുള്ള ഭാഗത്ത് കൈവച്ച്, ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് എന്നിട്ട് പറയും, യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു. ഈ നിമിഷം മുതൽ ഞാനതിനെ വിശ്വാസത്താൽ ആമേൻ പറയുന്നു. കർത്താവ് എന്നെ തൊടുന്നതിന് നന്ദി. ദൈവം എൻ്റെ കയ്യിൽ അത്ഭുതം ചെയ്യുന്നതിന് നന്ദി. അനർത്ഥം വിട്ടൊഴിഞ്ഞ് അത്ഭുത സാക്ഷ്യത്തെ നന്ദി പറയുന്നപ്പ. ഈ നിമിഷം തന്നെ കർത്താവ് തൊട്ടതിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. ഒരുമിച്ച് നമ്മൾ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്ക് വരാൻ പോകുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം വിതയെപ്പറ്റി പറഞ്ഞായിരുന്നു. എത്ര പേര് ഇത് കേട്ടെന്ന് എനിക്കറിയത്തില്ല. കർത്താവിൻ്റെ വേലയിൽ നമ്മൾ വിതയ്ക്കണം. വരാൻ പോകുന്ന മീറ്റിങ്ങുകളൊക്കെയും അത് വലിയ അനുഗ്രഹമാണ്. ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ നിങ്ങൾ വിതയ്ക്കുന്ന ഒരു വ്യക്തിയുടെ വിത്താണ് അവൻ്റെ കളപ്പുരകളെ നിറയ്ക്കുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ ആ നല്ല നിലത്ത്, സുവിശേഷമാകുന്ന നിലത്തേക്ക് നമ്മൾ വിതയ്ക്കുമ്പോൾ ഒരു നന്മയും കുറവ് വരത്തില്ല. ഒറ്റ പൈസ പാഴായി പോകത്തില്ല, ഒറ്റ പൈസ തീർന്നു പോകത്തില്ല. വിതയ്ക്കുന്നവൻ കൊയ്യും. ഫെബ്രുവരിയിലെ മീറ്റിംഗ് മാത്രമല്ല, ലോകം മുഴുവൻ നടക്കുന്ന നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും വേണ്ടിയുള്ള വിതയാണ്. അതിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ വലിയ നന്മകളാൽ കർത്താവ് നിറയ്ക്കുവാനിടയായിത്തീരും. യേശുവിൻ്റെ നാമത്തിൽ വലിയ നന്മകളാൽ ദൈവം നിറയ്ക്കും. വിതയ്ക്കുന്നവൻ കൊയ്യുമെന്ന വചനത്താൽ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ സമയം സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള സമയമാണ്. വേദന വിട്ടുമാറിയവർ, ശരീരത്തിൻ്റെ അകത്ത് ദൈവപ്രവൃത്തി നടന്നുവെന്ന് ഉറപ്പുള്ളവർ, പൂർണ്ണ വിടുതൽ സംഭവിച്ചെന്ന് ഉറപ്പുള്ളവർ ഇപ്പം തന്നെ ചെക്ക് ചെയ്തായിട്ട് നിങ്ങൾക്ക് സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള സമയമാണ്. ചുരുക്കം വാക്കുകളിൽ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സാക്ഷ്യങ്ങൾ പറഞ്ഞാട്ടെ. ബ്രദർ, ഇന്നലെ ഒരു ഇടിക്കുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞല്ല പാസ്റ്റർ ഇന്നലെ സാക്ഷി. അപ്പൊ അത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു അങ്കിളാണ്. അങ്കിള് മരിച്ചു പോയിപ്പോ 1 വർഷമായി. ആ അങ്കിളിന്റെ വൈഫ് കുറെ വർഷമായി തളർന്ന് കിടക്കുകയാണ്. അവരുടെ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇപ്പൊ കുറച്ച് മോശമാണ്. മുമ്പ് അവര് വലിയ ജോലി, അങ്കിളും ആന്റിയും നല്ല ജോലിയുള്ളതായിരുന്നു. അപ്പൊ അതേക്കുറിച്ച് പാസ്റ്റർ ഇന്നലെ പറഞ്ഞായിരുന്നു. ഇന്നലത്തെ ദൈവിക ആലോചന അവരെ പറ്റിയായിരുന്നു അല്ലേ? അവർക്ക് വേണ്ടി ആ കുടുംബത്തിൽ പോയി പ്രാർത്ഥിച്ചോണം. ആ കുടുംബത്തിൽ പോയി പ്രാർത്ഥിച്ചോണം. ആ ആന്റിയെ കർത്താവ് രോഗക്കിടക്കിൽ നിന്ന് നിങ്ങളിലൂടെ എണീപ്പിക്കും. പൂർണ്ണ സൗഖ്യം അവിടെ കൊടുക്കും.
ഞാൻ കുറെ ദിവസം എനിക്ക് ഇങ്ങനെ ഭയങ്കര പ്രയാസം വന്ന ആന്റി ഞാനുമായിട്ട് ഭയങ്കര ഇതാണ്. അപ്പൊ ആ ഒരു ദിവസം ഞാൻ അവിടെ ചെന്നായിരുന്നപ്പോ പട്ടീനെ അഴിച്ചു വിട്ടേക്കണോണ്ട് എനിക്ക് കേറാൻ പറ്റണില്ലായിരുന്നു. അതിന് മുന്നേ ഒരു ദിവസം പോയി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പൊ കുറെ ദിവസമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് ആന്റിയെ ഓർത്ത്. എനിക്ക് പോയി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം. കർത്താവ് ആ സഹോദരി എണീപ്പിച്ചു. ദൈവം ഇടപെട്ട ആലോചനയാണ്, പ്രവചന ആലോചനയാണ്. കർത്താവ് അത് സൗഖ്യമാക്കും. അത്ഭുത സാക്ഷ്യമായിട്ട് ആ സഹോദരി മാറും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ, ബ്രദറെ പ്രൈസ് ലോർഡ്. പറഞ്ഞു. ബ്രദറെ ഇപ്പം പറഞ്ഞായിരുന്നല്ലോ, ഒരു 2 പേര് താമസിക്കുന്ന ഒരു ടെറസ് പോലത്തെ ഒരു വീട്. അത് എൻ്റെ വീടാണ് ബ്രദറെ. ഒരു പെൻ്റ് ഹൗസിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ കൂടെ സ്റ്റാർട്ട് ജെയിംസ് എന്ന് പറഞ്ഞൊരു ബ്രദർ ഇപ്പം വന്ന് താമസിക്കുന്നുണ്ട്. ഞാനപ്പം ആ ആലോചന എടുക്കുകയാണ് ബ്രദർ, ഏറ്റെടുക്കുകയാണ്. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യമായിട്ട് മാറ്റും കേട്ടോ. ഞാനാണ് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഓക്കെ ബ്രദർ, താങ്ക് ഗോഡ് യു. ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഹലോ ബ്രദർ, പറഞ്ഞു. കല്യാണി കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ 2 ദിവസം മുമ്പ്? ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു 24-ാം തീയതി. അപ്പൊ ഞാൻ ബ്രദറിന്റെ UK-യിലാണ് ഈ പ്രാർത്ഥനയില് ഞങ്ങൾ ലൈവാണ്, ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വിഷയം പറഞ്ഞു അവർ റിലേഷന്റെ അടുത്തേ. അപ്പൊ അവര് പറഞ്ഞത് എങ്ങനെയാണ് ചോദിച്ചു. നമ്മുടെ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, ദൈവം വെളിപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അതിശയപ്പോ ഞങ്ങളുടെ ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാന്ന് പറഞ്ഞു. അപ്പൊ കുറെ ടെൻഷൻ, ആകാംക്ഷ. അപ്പൊ ആ കുടുംബത്തിൽ ബ്രദർ പറഞ്ഞ പോലെ തന്നെ അവിടെ സംഭവിച്ചിരിക്കുന്ന എല്ലാം ശരി. 50 സെന്റിന് ഒരു 75 സെന്റ് സ്ഥലം ഉണ്ടാവും. ഒരു വ്യക്തിക്ക് കൊടുത്തു. ആ വ്യക്തി ആ വീട് അവിടെ കയറ്റി. ആ വീട് കയറ്റി ഇത് ആ ആള് അറ്റാക്ക് വന്ന് മരിച്ചു. ഇപ്പൊ പകുതിയിൽ നിൽക്കണ വീട്, പകുതിയിൽ നിൽക്കണ പറഞ്ഞ ആൾ താമസം ഒന്നുമില്ല. ചെന്ന ഒരു വ്യക്തി വാങ്ങുമോന്നും അറിയില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. ഈ പറഞ്ഞ വീട് അങ്ങനെ പാഴടഞ്ഞ് പൊളിഞ്ഞു കിടക്കുകയാണ്. അതിലെ ഒരു മകൻ മരിച്ചു പറഞ്ഞില്ലേ, കൊറോണ വന്നിട്ട്. ഭാര്യ നല്ല സ്വഭാവമായിരുന്നു. ഈ കല്യാണി കുട്ടിയെ പറഞ്ഞ വ്യക്തി നല്ല സ്വഭാവമാണ്. കല്യാണം കഴിച്ചു കൊണ്ടുവന്നാണ്. അവരുടെ ഭർത്താവാണ് സുകുമാരൻ. അതിൽ 2 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിയാണ് ഇതിൽ മുഴുവൻ ഈ സകല സ്വത്ത് മുഴുവൻ വാങ്ങിച്ചത് അത്ര. പക്ഷെ ഒരാൾക്ക് ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല. ബ്രദർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ അവർ പറഞ്ഞു. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഗിരിജാസ്റ്റർ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഇടപെട്ട ആലോചനയാണ്. അപ്പോൾ ഗിരിജാസ്റ്റർ എന്ത് ചെയ്തു, ആ വീട്ടിൽ പോയിട്ട് ഇവർ കേട്ട ആലോചന പ്രകാരം ഭവനത്തിൽ പോയി പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഈ അവിടെ ഇരിക്കുന്ന ആൾക്ക് എങ്ങനെയാണ് ഇതെല്ലാം മനസ്സിലാകുന്നത്? അവരുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അവരുടെ വിഷയങ്ങളാണ്, അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളാണ് ദൈവാത്മാവ് കേൾപ്പിച്ചപ്പോൾ വെളിപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പരിശുദ്ധാത്മാവ് എത്രത്തോളം നമ്മളെ കാണുന്ന. അപ്പോൾ അവരുടെ വ്യക്തിപരമായിട്ട് അവരനുഭവിക്കുന്ന പല പേഴ്സണൽ കാര്യങ്ങളെ പോലും കഴിഞ്ഞ ദിവസം ഒരു പരിചയമില്ലാത്ത ആളുകളെ ദൈവാത്മാവ് അത് വെളിപ്പെടുത്തി. അവർ ചോദിച്ചതുപോലെ ഇത്രയും ദൂരത്തിരിക്കുന്ന ആൾക്ക് എങ്ങനെ മനസ്സിലായി? ഇതാണ് കർത്താവിൻ്റെ പ്രവൃത്തി. അപ്പോൾ ഗിരിജാസ്റ്റർ അവിടെ പോയി അവരത് കേൾപ്പിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ അകത്തുണ്ടായ ആ തകർച്ചകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും അവിടുന്ന് നീങ്ങി അവർ കർത്താവിലേക്ക് വിശ്വസിക്കാൻ തയ്യാറെങ്കിൽ ആ കുടുംബത്തെ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റുമെന്നാണ് സിസ്റ്റർ പോയി പറഞ്ഞത്. തീർച്ചയായിട്ടും സിസ്റ്ററെ വലിയ സാക്ഷ്യമായിട്ടത് മാറും. അവിടെ പോയതിന്, അവരോട് പറഞ്ഞതിന് കർത്താവ് തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം ദൈവം തരും. കർത്താവ് വലിയ സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ബ്രദറെ, ഇത് ആണ്. സോറി, ഇന്നലെ ശരിക്കും പറഞ്ഞ എൻ്റെ ഒരു കസിൻ, എൻ്റെ അമ്മയുടെ കസിൻ ആണ് ഇന്നലെ പ്രെയർ അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പോ എന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോ പുള്ളിക്കാരൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞ, അല്ല എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഇന്ന് ശരിക്കും പറഞ്ഞ ഞാൻ പ്രെയർ അറ്റൻഡ് ചെയ്യുന്നത്. പാസ്റ്റർ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ലൈക്ക് ഞാൻ UK-യിലാണ്. എനിക്കൊരു സഹോദരനുണ്ട്, അനിയനുണ്ട്. അവൻ കാനഡയിലാണ്. എൻ്റെ ലൈക്ക് ജോലിയുടെ അവസ്ഥ കുറച്ച് മോശമാണ്. ലൈക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒരു ലൈക്ക് ഫൈനാൻഷ്യൽ ക്രൈസിസ് കൂടെ തന്നെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി. ലൈക്ക് ഫൈനാൻഷ്യലി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ഫ്രണ്ടിനെ സഹായിച്ച് ആള് നല്ല രീതിക്ക് എന്നെ യൂസ് ചെയ്ത് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആണ് ചെറുതായിട്ടൊന്ന് ലൈക്ക് ഒന്ന് കറക്റ്റായിട്ട് മൈൻഡും എല്ലാം കൂടെ വരുന്നത്. ലൈക്ക് അപ്പോ ഇന്നലെ പാസ്റ്റർ എന്റെ പേര് വിളിച്ച് കറക്റ്റായിട്ട് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. ഞാനിങ്ങനെ എന്താ പറയാ, സിസ്റ്റർ ആദ്യമായിട്ടാണോ പ്രാർത്ഥനയ്ക്ക് കയറുന്നേ? അതെ അതെ അതെ. അപ്പൊ സിസ്റ്റർ ഇന്നലെ യൂട്യൂബിൽ കേട്ടപ്പോഴാണ് സിസ്റ്ററെ കേൾപ്പിച്ച അല്ലേ? അപ്പൊ സിസ്റ്ററുടെ പേര് കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. ഞാൻ UK-യിലാണ്. എന്റെ ഇപ്പം ജോലിയുടെ ഒരു ചെറിയൊരു പ്രശ്നം വെച്ചിട്ടിരിക്കുക. പക്ഷെ കുറച്ച് പോസിറ്റീവ് ആണ്, കാരണം ജോലിയൊക്കെ എവിടേക്കോ ആവുന്നുണ്ട്. എന്നാൽ സ്പോൺസർഷിപ്പിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ.
ദൈവം അല്ലെങ്കിൽ ഇന്നലെ പാസ്റ്റർ പറഞ്ഞനുസരിച്ച് എല്ലാം പ്രശ്നങ്ങള് നിന്നും പുറത്ത് ചാടിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ എനിക്കൊരു ഭയങ്കര വിശ്വാസവും ധൈര്യവും മനസ്സിനുള്ളിൽ വന്നിട്ടുണ്ടേ. തീർച്ചയായിട്ടും സിസ്റ്റർ. കാര്യം ഇന്നലത്തെ പ്രാർത്ഥന ശരിക്കും പറഞ്ഞാൽ അത് റെക്കോർഡഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ മെസ്സേജ് പ്രിപ്പയർ ചെയ്തപ്പോൾ, അതായത് അത് രണ്ടാമതാണ് അത് ലൈവിലേക്ക് വരുന്നത്. അപ്പോൾ പ്രാർത്ഥന പ്രിപ്പയർ ചെയ്ത സമയത്താണ് എൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞത്. അപ്പോൾ സിസ്റ്ററുടെ പേര് ഇപ്പം ഞാൻ കണ്ടത് വെച്ച് പറയുകയാണ്. ആ പേര് ചഞ്ചൽ അല്ലേ? അതെ അതെ അതെ. ചഞ്ചലിൻ്റെ ജീവിതത്തിൽ കർത്താവ്, അപ്പോൾ ആ കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി. അതാ സിസ്റ്റർ പറഞ്ഞത്, സിസ്റ്ററുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സിസ്റ്റർ ആദ്യമായിട്ടാണ് ഈ പ്രാർത്ഥന കയറുന്നത്. യൂട്യൂബിൽ അവരുടെ കസിൻസ് ആരാണ്ട് കേട്ടിട്ട് അത് കൊടുത്താണ് നിൻ്റെ വിഷയമാണ് സംസാരിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ കർത്താവുമായിട്ട് ചേർന്ന് നിന്നാൽ ഇപ്പം നടക്കുന്ന സകല വിഷയത്തെയും നമ്മളിന്ന് കേട്ടതുപോലെ ദൈവം പരിഹരിക്കും, ദൈവം അത്ഭുതമാക്കി മാറ്റും. അപ്പോൾ കർത്താവ് അത് അനുഗ്രഹിക്കട്ടെ. തുടർന്നും പ്രാർത്ഥനയിൽ കയറുക, കർത്താവ് അനുഗ്രഹിക്കട്ടെ. UK നമ്മുടെ പ്രയർ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യുക. തുടർന്നും പിന്നെയും പ്രാർത്ഥിക്കാം. കർത്താവ് അവസ്ഥകളെ അത്ഭുതമാക്കും. വ്യത്യാസം വരുത്തുന്ന പരിപാടിയല്ല, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ബ്രദറെ, ചഞ്ചലിന്റെ കസിൻ ഞാനാണ് പ്രാർത്ഥന കേട്ടിട്ട് പറഞ്ഞു കൊടുത്തത്. അപ്പോ എനിക്കൊരു സാക്ഷ്യം കൂടെ പറയാനുണ്ട്. പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ദുബായിൽ നിന്ന് എന്നെ കുറെ പൈസ ഏൽപ്പിച്ചിരുന്നു ബാങ്കിൽ ഇടാനായിട്ട്, കോപ്പറേറ്റീവ് ബാങ്കിൽ ഇടാനായിട്ട്. ഏകദേശം ഒരു 30-31 ലക്ഷം രൂപയുണ്ട് ഇപ്പം. അപ്പോൾ അത് ഇപ്പോൾ ബാങ്കിന്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകപ്പാടെ പ്രശ്നങ്ങളായി. പൈസ ഒന്നിപ്പോൾ കിട്ടത്തില്ല, പൈസ കുറച്ച് കഴിഞ്ഞേ കിട്ടത്തുള്ളൂ, കുറേശ്ശെ തരത്തുള്ളൂ എന്ന് അവർ പറഞ്ഞു. അപ്പം ഞാൻ ബാങ്കിൽ പോകുന്നതിന് മുമ്പ് അജിത സിസ്റ്ററിനെ വിളിച്ച്, അജിത സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷെ ബാങ്കിൽ ചെന്നപ്പോഴത്തേക്ക് അവർ ക്യാഷ് ഉടനെ ഒന്നും കിട്ടത്തില്ല, ക്യാഷ് കിട്ടുവാണെങ്കിൽ തന്നെ കുറേശ്ശെ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ സുഹൃത്തിനോട് എന്തു പറയും, ഞാൻ ഈ വിവരം പറയുമ്പോൾ പുള്ളി എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യും, എന്നോട് എങ്ങനെ പെരുമാറും എന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം 2 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാനിന്ന് വൈകുന്നേരം വിളിച്ച് എൻ്റെ സുഹൃത്തിനോട് ഈ വിവരം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പ്രതീക്ഷിച്ചതിന് നേരെ ഓപ്പോസിറ്റ്. പുള്ളി എന്നെ ഭയങ്കരമായിട്ട് എന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞ്, സാരമില്ല, നമുക്ക് പകുതി പൈസയെങ്കിലും കിട്ടുമെന്ന് നോക്കാം, അതുകൊണ്ട് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ചു. അപ്പോൾ കർത്താവ് എന്നെ ഒത്തിരി സഹായിച്ച ആ കാര്യത്തിൽ. അദ്ദേഹത്തിന്റെ മനസ്സിനെ കൂളാക്കി. അതുപോലെ ഈ പ്രാർത്ഥന എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. തീർച്ചയായിട്ടും ബ്രദർ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥനയാൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പല ചിന്തകൾ വന്നു, പല സങ്കല്പങ്ങൾ വന്നു. നമ്മളിന്ന് കേട്ട വചനം പോലെ തന്നെ പല വിചാരങ്ങൾ വന്നു. പക്ഷേ എന്താണോ ദൈവസന്നിധിയിൽ നമുക്ക് അനുകൂലമാകേണ്ടത്, ദൈവം അത് അനുകൂലമാക്കി എടുക്കുവാൻ ഇടയായി തീർന്നു. കർത്താവ് ഇന്ന് കൊടുത്ത ആ സാക്ഷ്യത്തിന് നന്ദി. പിന്നെയും ക്രിസ്തുവിൽ ബലപ്പെടുക. നമുക്ക് വിരോധമായി നിൽക്കുന്നതിനെല്ലാം കർത്താവ് അനുകൂലമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലെസ് യു ബ്രദറെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹലോ ബ്രദർ, ആ കല്യാണിക്കുട്ടിയുടെ സ്ഥലത്തിലെ വേറൊരു വ്യക്തി വീട് വെച്ച് കെട്ടിയിട്ട് പറഞ്ഞില്ലേ, ആ വീട് കെട്ടിയത് പകുതി ആവുമ്പോഴേക്ക് തന്നെ അവര് നല്ല ഇതിലുള്ള ആളാണ്. ചെന്നൈയിൽ വെച്ചു അറ്റാക്ക് വന്നും മരിച്ചു. അതിലൊരു മകനാണ് ഇപ്പൊ പകുതി മുഴുവനായിട്ടില്ല, താമസമൊന്നും ആയിട്ടില്ല, അങ്ങനെ നിർത്തിയിരിക്കുന്നത്. അതിലിനി ഞാൻ പറഞ്ഞു, എന്റെ അനിയത്തിനടുത്ത് പറഞ്ഞു, നിങ്ങൾ ഈ വീട് വാങ്ങിച്ചോളിയും പറഞ്ഞപ്പോ അവർക്ക് പേടി. ഈ വീട് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴേ അയാൾ മരിച്ചു. ഇനി നമ്മൾ എന്തെങ്കിലും പോയി നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടി. അത് ആരെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ പറ്റുമോ? വീട് അങ്ങനെ കിടക്കാണ്. 10-75 ലക്ഷം ചെലവാക്കിയിട്ടുണ്ട്. സ്ഥലത്തിനും 10-30 ലക്ഷം കൊടുത്തിട്ടുണ്ടാവും. ഇനി ഇത്ര ലക്ഷം കൊടുത്ത് കെട്ടിയിട്ടുണ്ട്. അത് അങ്ങനെ കിടക്കണം. ഒരു പ്രേതാലയം പോലെ കിടക്കണം ആ വീട്. അതൊരു ടെൻഷൻ ഉണ്ട് അവർക്ക് താമസിക്കാൻ. അവരോട് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും വചനത്തിലും കേൾക്കുക. ആ വചനത്തിലും പ്രാർത്ഥനയിലും ബലപ്പെടുമ്പോൾ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം തന്നെ മാറും. നമ്മുടെ ചുറ്റുപാടത്ത് തന്നെ വലിയൊരു മാറ്റമുണ്ട്. അപ്പോൾ അനേകർക്ക് ആ ഭവനത്തിൽ വരാൻ ഭയമല്ല, അനേകർക്ക് ആ ഭവനത്തിൽ വരാൻ സന്തോഷവും സമാധാനവും ദൈവം കൊടുക്കും. ഈ ദിവസങ്ങളിൽ ചെന്ന് അവരോട് പറഞ്ഞ വചനമൊക്കെയും അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് അതെല്ലാം തീർക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? ഹലോ ബ്രദർ, ഒരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു. ഈയിടെ യാത്ര പോകാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പൊ പോകാനുള്ള ടിക്കറ്റ് കിട്ടി. അപ്പൊ തിരിച്ചു വരാൻ 3 ദിവസം കഴിഞ്ഞു. അപ്പം വെയിറ്റിംഗ് ലിസ്റ്റിലായിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ പോയി അവിടുന്ന് തിരിച്ചു വരാൻ നേരം ഭയങ്കര റഷായിരുന്നു ട്രെയിനില്. അപ്പം വെളുപ്പിനെ അവിടുന്ന് ഇറങ്ങാൻ നേരം ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങി. ഇന്ന് ഏതായാലും ഞങ്ങൾക്ക് 2 പേർക്കും ടിക്കറ്റ് കിട്ടുമെന്നും സീറ്റ് കിട്ടുമെന്നും പറഞ്ഞു. അപ്പൊ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റും എല്ലാം എടുത്തോണ്ട് ട്രെയിനിലേക്ക് കാല് കുത്താൻ സ്ഥലമില്ലാത്ത പോലെ ആൾക്കാരാണ്
ഫുട്പാത്തിൽ നിന്നോണൊക്കെ പോകുന്നെ. എങ്ങനെയാലും ഞങ്ങൾ അകത്ത് കയറി ചെന്നപ്പം ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചപ്പോ ആ വിഷൻ എങ്ങനെയുണ്ടായിരുന്നു, ആ 4 പേര് ഇരിക്കുന്ന സീറ്റില് 2 സീറ്റ് വേക്കന്റ് ആയിട്ട് അവിടെ തന്നെ സൈഡ് സീറ്റ് ഇരിക്കുക. അത്രയും ആളുണ്ടായിട്ട് ഇരിക്കുന്നില്ല, ആ സീറ്റ് അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നു. ഞങ്ങൾ അതിൽ കയറിയിരുന്നു. ഇതൊരു വലിയ സാക്ഷ്യം. ഞാൻ അപ്പം പ്രാർത്ഥിച്ചോണ്ട് പറഞ്ഞു, ഇതൊരു സാക്ഷ്യമായിട്ട് എനിക്ക് പറയാൻ അവസരം തരും ദൈവം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് യാത്ര ഇറങ്ങിയത്. അതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ കയറി പോന്നു. ദൈവത്തിന് വലിയ മഹത്വം കൊടുക്കുന്നു. നന്ദി കർത്താവേ. ഇന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, പ്രതിസന്ധി എന്തും ആയിക്കോട്ടെ, അവരുടെ യാത്രയിൽ അവരാഗ്രഹിച്ചു. അത്രയും തിക്കും തിരക്കും ഒരു സാധ്യത ഇല്ലാത്ത നമ്മുടെ കാര്യങ്ങൾ ഇപ്പം എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ ഉപയോഗിച്ചാൽ അവിടെ ഒരു വാതിൽ തുറന്നു വരും. നമുക്ക് വേണ്ടി ഒരു സാധ്യത അവിടെ ഉണ്ടാകും എന്നത് തന്നെയാണ് ആ സാക്ഷ്യത്തിൻ്റെ അനുഗ്രഹം. ഇനിയും വിശ്വാസത്തെ ഉപയോഗിക്കുക. നമ്മുടെ എല്ലാ പ്രതിസന്ധിയിലും കർത്താവിൻ്റെ നാമത്തിൽ വിശ്വാസത്തിൽ ശക്തിപ്പെടുക. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു സാക്ഷ്യം പറഞ്ഞു. ബ്രദറെ, ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കയറിയതിന് ശേഷം എനിക്ക് കുറെ ആത്മീയമായ ശുശ്രൂഷ മേഖലകൾ തുറന്നു വന്നു തുടങ്ങി. മിനിസ്ട്രികളിലും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടും ആളുകൾ വിളിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാം സാഹചര്യങ്ങൾ ഒരുക്കി തന്നു തുടങ്ങി. അപ്പൊ ദൈവത്തിന് ഞാൻ നന്ദി പറയാണ്, ശുശ്രൂഷ മേഖലകൾ തുറന്നു തരുന്നതിനെ ഓർത്ത്. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ഇനിയും മുന്നോട്ട് നടത്തട്ടെ, അത്ഭുതകരമായി നടത്തട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു സാക്ഷ്യം പറഞ്ഞോ ബ്രദറെ. കഴിഞ്ഞ ദിവസം ഞാൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു, മിനിഞ്ഞാന്നാന്ന് തോന്നുന്നത്, മോട്ടർ ഇട്ടിട്ട് പോകുന്ന കാര്യം, അതുപോലെ ഒരു കേക്കിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് തന്ന കാര്യം. അപ്പൊ എൻ്റെ 100 രൂപ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് എനിക്ക് ജോലിക്ക് പോകണമെങ്കിൽ, ഞാൻ ആ സ്ഥാപനത്തിൽ പോകണമെങ്കിൽ എനിക്ക് പൈസ കുറവ് 100 രൂപ ഉണ്ടായിരുന്നുള്ളത്. അപ്പൊ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് വരണം, എനിക്ക് ഈ 31-ാം തീയതി വരെ എനിക്ക് ജോലി ചെയ്യാൻ പോകണം. അപ്പൊ എനിക്ക് പൈസ ഇല്ല, ആരുടെയും മുന്നിൽ കൈ നീട്ടാൻ കർത്താവ് അനുവദിക്കരുത്. അപ്പോൾ എനിക്ക് മിറക്കൽ മണി തന്നെ എൻ്റെ അക്കൗണ്ടിൽ 200 രൂപ മാത്രമുള്ള കർത്താവ്, എനിക്ക് കടന്നു പോകണമെങ്കിൽ എനിക്ക് പൈസ വേണം, അതുകൊണ്ട് എനിക്ക് എൻ്റെ കർത്താവ് വഴി തുറന്നു തരണം, ഞാൻ ആരോടും കൈ നീട്ടാൻ കർത്താവ് അനുവദിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. കർത്താവിൻ്റെ ഭണ്ഡാരത്തിൽ അളവ് പോലാതെ വണ്ണം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് തരുമല്ലോ, അതുപോലെ കർത്താവ് എൻ്റെ അക്കൗണ്ടിലേക്ക് തരണേന്ന് പ്രാർത്ഥിച്ച് ബ്രദറെ. ഇപ്പൊ എൻ്റെ ശരിക്കും പറഞ്ഞ 70 രൂപ മിച്ചം മാത്രമേ ഉള്ളൂ. എനിക്ക് ഞായറാഴ്ച പോകണമെങ്കിൽ പോലും പൈസ ഇല്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് 10:30 ഞാൻ ചായ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു സഹോദരൻ എന്നെ വിളിച്ചേച്ചും പറഞ്ഞു, 5 ദിവസത്തെ പൈസ മുന്നമേ തരും, അത് അക്കൗണ്ടിൽ വരും, ആ സ്ഥാപനത്തിൽ പറയാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു. ഇന്ന് 5 മണിയായപ്പോൾ, 5 മണിക്ക് മുമ്പ് 4:30 കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പൈസ എൻ്റെ അക്കൗണ്ടിൽ കയറി ബ്രദറെ. ഞാൻ 300 രൂപയാണ് കർത്താവിനോട് ചോദിച്ചത്, പക്ഷെ അതിലും ഇരട്ടി കർത്താവ് എനിക്ക് തന്നു. ഇന്ന് എൻ്റെ അക്കൗണ്ടിലെ പൈസ കയറി ബ്രദർ. അതെനിക്ക് വലിയൊരു കർത്താവേ. തീർച്ചയായിട്ടും പ്രേസിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വലിയൊരു കാര്യമാണ്. നമുക്ക് ആവശ്യങ്ങളെ അറിഞ്ഞ്, നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, നമുക്ക് വേണ്ടി ആവശ്യം, നമുക്കൊരു സാധ്യത ഇല്ലെങ്കിലും അവിടെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ കർത്താവ് പ്രവർത്തി, നമ്മുടെ സങ്കല്പങ്ങളെയും ചിന്തകളെയും ദൈവപ്രവർത്തിക്ക് വേണ്ടി നമ്മൾ വേർതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വിശ്വാസം ഉണ്ടാകും, അത്ഭുതങ്ങൾ അവിടെ ഇറങ്ങി വരും. വലിയൊരു സാക്ഷ്യം തന്നെയാണ്. ഈ ദിവസങ്ങളിൽ ഒരു സാധ്യതയില്ല, പക്ഷെ നമുക്ക് വേണ്ടി ദൈവം സാധ്യതകളെ തുറക്കേണ്ട ദൈവമാണ് കർത്താവ്. തുറന്നതിന് നന്ദി. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാനൊരു സംശയം ചോദിക്കാനായിട്ടാ. ഇപ്പം ഞാനങ്ങനെ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാറില്ല, പക്ഷെ ഈയിടെയായിട്ട് അബൌട്ട് 1 മാസമായിട്ട് ഞാനിങ്ങനെ ആൾക്കാരിങ്ങനെ ഞാൻ ചോദിക്കും, എന്താ അസുഖമാണോ? അപ്പം ഞാൻ പറയാം, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ, ഇന്ന് തന്നെ നിങ്ങൾക്ക് സൗഖ്യം വരും. പക്ഷെ ഞാൻ പിറ്റേന്ന് ഞാൻ വിളിച്ചു ചോദിക്കും, സുഖം മാറിയോന്ന് ചോദിക്കുമ്പോ ഇല്ല, ഇപ്പോഴത്തെ അത് തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് ഭയങ്കര ഒരു വിഷമാ. അയ്യോ ദൈവമേ, എന്റെ പ്രാർത്ഥന വലിയ വിശ്വാസമായിട്ടാണ്, ഭയങ്കര വലിയ കാര്യത്തിലാണ് ഞാൻ പറയുന്നേ, പക്ഷെ പ്രവൃത്തി കാണാതിരിക്കുമ്പം ഒരു സങ്കടം വരും. അപ്പൊ അതിന് നമ്മൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നാ മതിയല്ലോ വാക്യം. ഞാൻ സിസ്റ്റർ ഇന്നാൾ പറഞ്ഞായിരുന്നല്ലോ, 2 രീതിയിലാണ്. അതായത് നമ്മൾ ഇന്നാൾ കേട്ട ഒരു വാക്യമുണ്ട്, നമ്മുടെ ഉള്ളിലേക്കൊരു വിശ്വാസത്തിന് ചില ആൾക്കാരുടെ അകത്തേക്ക് ഇതിങ്ങനെ കയറും. അപ്പം ചിലർക്ക് നമുക്ക് പിന്നെയും വചനത്തിന്റെ ശക്തി ആവശ്യമുണ്ട്. അവരുടെ ഉള്ളിൽ ഈ വചനം, ഞാൻ പറയാം, പാറ ഉടയ്ക്കുന്ന ചുറ്റിക പോലെ, ഞാൻ പറയില്ല, പ്രാർത്ഥിച്ചിട്ടും ചില കാര്യം അത് നമ്മുടെ കുഴപ്പമല്ല, അത് നമ്മളെ പ്രാർത്ഥനയുടെ കുഴപ്പമല്ല, അവരുടെ ഉള്ളിൽ ഇത് കയറിയിട്ടുണ്ട്.
അപ്പോൾ അത് പിന്നീട് വചനം തുടർമാനമായിട്ട് അവർക്ക് ആവശ്യമാണ്. ചിലർക്ക് പെട്ടെന്ന്, നമ്മൾ കണ്ടില്ല, ചിലർക്ക് പെട്ടെന്ന് സൗഖ്യം. കഴിഞ്ഞ ദിവസമൊക്കെ സൗകര്യമാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ സൗഖ്യം നടന്നു. അത് ഒരിക്കലും നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല. ചില ആളുകളുടെ ഉള്ളിൽ ഇതിങ്ങനെ വല്ലാതെ കിടക്കും. അപ്പോൾ അത് അവർക്ക് ആവശ്യമായിട്ടുള്ളത് ദൈവവചനം അവർക്ക് ആവശ്യമാണ്. അവർ ഹൃദയത്തിൽ കിടക്കുന്ന ആ തെറ്റായ കൺസെപ്റ്റുകൾ കിടക്കുന്നതുകൊണ്ട് ആ സൗഖ്യം എന്ത് ചെയ്യും, അവരിൽ പ്രവർത്തിക്കാതെ വരുന്നതാണ്. അപ്പോൾ സിസ്റ്റർ അതോർത്ത് ഭാരപ്പെടേണ്ട, അടുത്തയാൾക്ക് വേണ്ടി. അപ്പോൾ അവരെ വിടരുത്, അവർക്ക് വേണ്ടി പറയണം, അവരുടെ വചനം പറയണം. നിങ്ങൾക്ക് നടക്കാത്തതിൻ്റെ കാരണം കുറച്ചും കൂടെ നിങ്ങൾ വചനത്തിൽ ശക്തിപ്പെടാനുണ്ട്. അവരുടെ വചനം പറഞ്ഞാൽ മതി കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്, പറയട്ടെ? പറഞ്ഞോ. ബ്രദറെ, ഞാന് 2-3 ദിവസത്തിന് മുമ്പ് കട്ടിലേന്ന് രാവിലെ എഴുന്നേറ്റതാ, തിരിഞ്ഞതാ, കട്ടിലേന്ന് താഴെ വീണ് എൻ്റെ വലത്ത് സൈഡ് അടിച്ചാ വീണത്. വലത്ത് സൈഡ് തലയും ചെവിയുടെ എവിടെ തോള് ഭാഗം അടിച്ചാ വീണ്. അപ്പം അന്നേരം വലിയ വേദനയായിട്ട് തോന്നില്ല. പിറ്റേ ദിവസം ആയപ്പോഴത്തെ എനിക്ക് കൈക്ക് ഭയങ്കര വേദന എന്ന് വെച്ചാൽ കൈ പുറമോട്ട് എടുക്കാൻ പോയാൽ മേലോട്ട് പൊക്കാനും ഭയങ്കര വേദന. ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ കൈവെക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ കൈവച്ചു. അപ്പം അന്നേരം വലിയ കുഴപ്പമില്ല. പിറ്റേ ദിവസം വേദന മൊത്തം മാറി. എനിക്കങ്ങ് ഭയങ്കര അതിശയമായിപ്പോയി. ഇപ്പം എനിക്ക് കൈ പൊക്കുകയും ചെയ്യാം, താക്കുകയും ചെയ്യാം, പുറമോട്ടും എടുക്കാം. ഇപ്പം വീണതായിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല. ഇപ്പൊ ഒട്ടുമേ വേദന. അതായത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൈ വെച്ചപ്പം പൂർണ്ണ സൗഖ്യമായി. അതെ. പെട്ടെന്ന് സൗഖ്യം. എനിക്ക് വിശ്വസം. അതെ. ഇപ്പൊ എനിക്ക് വീണത് പോലും എനിക്ക് അറിയത്തില്ല. പക്ഷെ അന്നേരം നല്ല തല അങ്ങ് പെരുത്തുപോയി അങ്ങ്. ഇപ്പൊ എനിക്ക് വേദനയില്ല. കൈ അതാ ഞാൻ പറഞ്ഞ ചില സൗഖ്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, അതിപ്പോൾ പൂർണ്ണ സൗഖ്യം നടന്നു അല്ലേ, പൂർണ്ണമായിട്ട് ആ വേദന മാറി. സിസ്റ്റർ പറഞ്ഞോളൂ തന്നെ ഇപ്പൊ വേദന ഉണ്ടോന്ന് പോലുള്ള കാര്യങ്ങൾ പറയാൻ തന്നെ ഞാനിപ്പോഴും കൈ പുറമോട്ടൊക്കെ വേദനയുണ്ട്. ഇല്ല, ഒട്ടും വേദനയില്ല. ദൈവത്തിന് ഒത്തിരി നന്ദിയുണ്ട്. നന്ദി കർത്താവ്. ഇന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വേദന ഉണ്ടോന്ന് പോലും പെട്ടെന്ന് തന്നെ അത്ര നേരം ഉണ്ടായിരുന്ന വേദന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് വിട്ടുമാറി. സിസ്റ്റർ പറഞ്ഞ സിസ്റ്റർക്ക് തന്നെ അതിശയമായിപ്പോൾ ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ശക്തി. നമ്മൾ തുടർമാനമായിട്ട് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സിസ്റ്റർ ചോദിച്ച പോലെ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മാറിയില്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പമല്ല, വചനത്തിൻ്റെ കുഴപ്പമല്ല. ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് നടക്കുന്നില്ല? അത് ചിലരുടെ അകത്ത് ഈ ഭാരം അല്ലെങ്കിൽ ഈ ഒരു ചിന്ത കിടപ്പുണ്ട്. ഈ ചിന്തകളെ അവർക്ക് വേണ്ടി അവരുടെ ഉള്ളിലേക്ക് തുടർമാനമായിട്ട് വചനം കൊടുക്കണം. അപ്പോൾ അടുത്ത ആൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയും, ഞാൻ പറയാം എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് യേശു മുറിവേറ്റത്. പക്ഷെ ചിലരുടെ ഉള്ളിൽ ഈ ഒരു സംഭവം വല്ലാതെ കിടക്കും, കട്ട പോലെ കിടക്കും, കല്ല് പോലെ കിടക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം? വചനത്തിലൂടെ ഇടിച്ച് അവരെ തുടർമാനമായിട്ട് അവിടെ പറഞ്ഞാൽ യേശു സൗഖ്യമാക്കും. അത് പറഞ്ഞ് അവരുടെ ഉള്ളിൽ ആ ഇടിച്ച് കളയണം. അത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ നിങ്ങൾക്കറിയാം, യൂട്യൂബിൽ കിടപ്പുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലത്തേക്ക് സാക്ഷ്യങ്ങളൊന്നും സ്റ്റോപ്പ് ചെയ്യുകയാണ്, സമയം മുന്നോട്ട് പോയതുകൊണ്ട്. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യില്ല. നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, സംശയങ്ങൾ ചോദിക്കുക. ഒത്തിരി ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ അവർക്ക് വല്ലാതെ ഭാരവും അല്ലെങ്കിൽ മീൻസ് അവർക്ക് പഠിച്ച് വന്നതിൻ്റെ വിപരീതമാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ക്ലിയർ ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, ചുമ്മാ ഞാൻ വിളിച്ചു പറയുകയല്ല, വചനമാണ്. ആ ബൈബിൾ തുറക്കുക, അങ്ങനെ തന്നെ ഉണ്ടോ നോക്കുക. നമ്മൾ പഠിച്ചതിനേക്കാൾ വലുതാണ് ബൈബിൾ. ബൈബിൾ എന്തു പറയുന്നു അതാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ ആധാരം. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുതെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ചെയ്യാം. ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്കും കർത്താവ് തന്ന വചനത്തിനും സൗഖ്യത്തിനും സാക്ഷ്യത്തിനും നന്മകൾക്കും എല്ലാം ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കും. മുന്നോട്ട് നിങ്ങൾ ഈ ഒരു ആലോചന കേട്ടവർ വെറുതെ ഇരിക്കാതെ മുന്നോട്ട് വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുക. ദൈവം നിങ്ങളെ പിന്നെയും വളർത്തുവാൻ ഇടയായിത്തീരും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് മുന്നോട്ട് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവെ എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവം നമുക്ക് മുമ്പിൽ വാതിൽ തുറക്കുന്ന ദൈവമാണ്, വഴി തുറക്കുന്ന ദൈവമാണ്. ഇപ്പം തന്നെ